ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് 3 ടോപ്പിക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സോ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിയേക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, give the unit of work function. Okay, photoelectric effectന്റെ ആ പോർഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. give the unit of work function. Okay, work function സാധാരണഗതിയിൽ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടേജ് ആണ് പറയുക കേട്ടോ. സോ the unit of work function is electron volt. പ്രോബ്ലം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എപ്പോഴും വർക്ക് ഫംഗ്ഷൻ നമുക്ക് തരുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. സോ ആൻസർ ഇസ് ഇലക്ട്രോൺ വോൾട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate the energy of a photon of wavelength 6600 angstrom. Okay, energy of a photon of wavelength 6600 angstrom. നമുക്കറിയാം ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് E is equal to h nu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hc/λ, that equal to 6.6 into 10 raised to minus 34 into 3 into 10 raised to 8 meter per second divided by 6600 angstrom എന്ന് പറഞ്ഞാൽ 10 raised to minus 10 meter ആണ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 6.6 താഴെയും 66 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3 into 10 raised to minus 34, 10 raised to 8, 10 raised to minus 24 വരും അവിടെ. 10 raised to minus 24, 8, 10 raised to minus 16, 10 raised to minus 19 joule. Yes, 3 into 10 raised to minus 19 joule. Option B is the correct answer. Okay, so next question number 3, what is the frequency of a photon whose energy is 66.3 electron volt? Okay, അപ്പോൾ ഫോട്ടോണിന്റെ എനർജി തന്നിട്ടുണ്ട്, E is equal to 66.3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ആദ്യം അതിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ജൂളിലോട്ട് മാറ്റണം. ഓക്കെ, 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് 1.6 into 10 raised to minus 19 joule ആണ്. ഓക്കെ, ജൂള് വരും. ഇനി നമുക്കറിയാം h nu അല്ലെ, നമ്മളോട് ഫ്രീക്വൻസി കാണാനാ പറഞ്ഞത്. സോ h nu is equal to എന്ത് വരും? 66.3 into 1.6 into 10 raised to minus 19 വരും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി കാണാനാണ്. So 66.3 into 1.6 into 10 raised to minus 19 divided by h എന്ന് പറയുമ്പോൾ 6.6 into 10 raised to minus 30. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1.6 into 10 raised to 16 hertz. So option C is the correct answer. Okay, അപ്പോൾ നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇലക്ട്രോൺ വോൾട്ടിന്റെ കൺവേർഷൻ ആണ് കേട്ടോ. 1 ഇലക്ട്രോൺ വോൾട്ട് is equal to 1.6 into 10 raised to minus 19 joule. Okay, next question number 4. The stopping potential in an experiment on the photoelectric effect is 1.5 volt. What is the maximum kinetic energy of the photoelectrons emitted? ആണ് ക്വസ്റ്റ്യൻ. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ കേസിൽ നമുക്കൊരു കാര്യം അറിയാം, ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, കൈനറ്റിക് എനർജി മാക്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോണിക് ചാർജ് ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇവിടെ V0 എന്ന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. into 1.5.
ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24 into 10⁻⁻19 ജൂൾ എന്ന് വരും. ഓക്കെ, പക്ഷെ ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, പിന്നെ ആൻസേഴ്സ് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 24/1.616 ചെയ്യുമ്പോൾ 4.5 ആണ് വരിക കേട്ടോ. സോ 4.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് ആൻസർ വരും. സോറി, 4.5 വരില്ലല്ലോ, 1.5 വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, 1.5 ഇലക്ട്രോൺ. നെക്സ്റ്റ്, for photosensitive surface, the work function is 3.3 into 10⁻⁻19 joule. Calculate the threshold frequency. Okay, so work function തന്നിട്ടുണ്ട്. ഇപ്പം വർക്ക് ഫംഗ്ഷൻ ആണെങ്കിലും അതിനെ നമുക്ക് W5 ആണ് നമ്മൾ ഉപയോഗിച്ചത്. 50, that is h nu 0, that equal to 3.3 into 10⁻⁻19 joule. So threshold frequency nu 0 is equal to divided by h എന്ന് പറയുമ്പോൾ 0.5 into 10⁻⁻34, 10⁻⁻20, 10⁻⁻15 വരും. അപ്പോൾ 5 into, സോറി 10 പ്ലസ് ആണ് വരിക. The maximum kinetic energy of a photoelectron is 3 electron volt. What is the stopping potential? So maximum kinetic energy Ke max തന്നിട്ടുണ്ട്. Ke max is equal to E into VO ആണ്. That equal to 3 electron volt. So 1.6 into 10⁻⁻19 into VO is equal to 3 into, ഇതിനെ മാറ്റുമ്പോൾ 1.6 into 10⁻⁻19 എന്ന് വരും. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ V is equal to stopping potential is 3 volt. So answer is 3 volt. Next, according to Bohr's principle, what is the relation between the principal quantum number and the radius of the orbit? Rn is proportional to n square ആണ് കേട്ടോ. Bohr's principle is Rn proportional to n square. Which of the following is true regarding Bohr model of atoms? Assumes that the angular momentum of electron is quantized. അത് കറക്റ്റ് ആണ്, കാരണം ബോർ മോഡൽ ബേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രിൻസിപ്പിളിനെയാണ്. ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺസ് ഇസ് ക്വാണ്ടൈസ്ഡ്. പാരഡൈസ് ലോ അല്ല, കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്രം അല്ല, പിന്നെ സെയിം എമിഷൻ സ്പെക്ട്രം ഫോർ ഓൾ ടൈപ്സ് ഓഫ് ആറ്റംസും അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Then question number 9. What will be the longest wavelength in the Balmer series of hydrogen spectrum? ബാൽമർ സീരീസ്, ലൈൻമാൻ സീരീസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ടാണ്. റിഡ്ബർഗ് ഇക്വേഷൻ, റിഡ്ബർഗ് ഫോർമുല വെച്ചിട്ടാണ്. 1/λ is equal to R into 1/n1 square minus 1/n2 square. ഇതാണ് എന്ത്, റിഡ്ബർഗ് ഫോർമുല. ഓക്കെ, ഇനി ഇതില് ബാൽമറിന്റെ കേസിൽ n1 is equal to 2ഉം n2 is equal to 3യുമാണ്. n2ന്റെ വാല്യൂ 3, 4, 5 എന്തും ആവാം. പക്ഷെ ഇതില് ലോങ്സ്റ്റ് വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ n2ന്റെ മിനിമം വാല്യൂ വേണം എടുക്കാനായിട്ട്. ഓക്കെ, n1 equal to 2 കോൺസ്റ്റന്റ് ആണ്. n2ന്റെ വാല്യൂ എന്താവാം, 3, 4, 5 ആവാം. അതിന്റെ മുകളിലുള്ള ഏത് വാല്യൂ ആവാം.
അപ്പോൾ നമുക്ക് ലോങ്സ്റ്റ് വേവ് ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 345 മിനിമം വാല്യൂ ആയിട്ടുള്ള 3 എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആറിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. റിഡ്ബർ കോൺസ്റ്റന്റ് നമുക്ക് എക്സാമിന് തരും, കോൺസ്റ്റന്റിന്റെ വാല്യൂസ് ഒക്കെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 6557 into 10⁻⁻10 meter എന്നാണ് കിട്ടുക. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, hydrogen atoms are excited from ground state to the state of principal quantum number 4, then what will be the number of spectral lines observed എന്നാണ്. ഓക്കെ, സോ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഒബ്സർവ്ഡ് കാണാനായിട്ടൊരു ഫോർമുലയുണ്ട്. ഇവിടെ n equal to 4 ആണ്. So 4 into 3/2, 6 answer വരും. So option B is the correct answer. Next, when a hydrogen atom is in its first excited level, what is the relation of radius and Bohr radius എന്നാണ് എന്ത് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, Rn is proportional to n square എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n equal to 1, എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ n equal to 1 എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. n equal to 2 ആണ് എന്ത്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ ഇവിടെ എന്ത് വരും, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് R2 is proportional to 2 square എന്ന് വരും. അപ്പോൾ that equal to 4. So 4 times. Next, how many spectral lines does hydrogen have? ഹൈഡ്രജന് എത്ര സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്? Four ആണ് ആൻസർ. Then energy band gap is maximum in which of the following metals? Superconductors, insulators, semiconductors. Band gap, energy band gap ഏറ്റവും കൂടുതലുള്ളതായിരിക്കാണ് ഇൻസുലേറ്റേഴ്സ്. At absolute zero, silicon act as which of the following? Absolute zero, silicon semiconductor ആണ്. Absolute zero അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ അത് എന്തായിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും. ടെമ്പറേച്ചർ കൂട്ടിയാൽ മാത്രമേ കണ്ടക്ടർ ആവൂ. Then 15, at which temperature a pure semiconductor behaves slightly as a conductor? Pure semiconductor ഒരു സ്ലൈറ്റ് ആയിട്ടെങ്കിലും ഒരു കണ്ടക്ടർ ആവുന്നത് ഹൈ ടെമ്പറേച്ചർ. Which of the following statement is not true?
the resistance of intrinsic semiconductor decreases with increase of temperature. Correct temperature കൂട്ടി കൊടുത്താൽ intrinsic semiconductor എന്താവും conductor ആയിട്ട് മാറും. അപ്പോൾ എന്താണ് resistance കുറയാണ് ചെയ്യുന്നത്. Doping pure silicon with trivalent impurities give p-type. True. Majority carriers in n-type are holes. False. കാരണം എന്താ electrons ആണ് n-type majority carriers. So the not true statement is option C. Holes are charge carriers in which are one of the following. Holes charge carriers ഉള്ളതിൽ ഏതിലാണ്? Intrinsic ionic n-type metals. Intrinsic ലാണ്. Intrinsic രണ്ടും ഉണ്ട്. Then what will happen when a PN diode is reverse biased? PN diode reverse bias ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? No current flows, depletion region is increased, depletion region is reduced, height of the potential barrier is reduced. Reverse biased ആയി കഴിഞ്ഞാൽ ന്യൂട്രൽ റീജിയൻ അതായത് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടി വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കറന്റ് ഫ്ലോ കുറയുന്നത്. സോ ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഇൻക്രീസ്ഡ് എന്നാണ് പറയാം. നോ കറന്റ് ഫ്ലോസ് പറയാൻ പറ്റില്ല, കറന്റ് സ്ലൈറ്റ് ആയിട്ടുണ്ട്. സോ ഡിപ്ലീഷൻ ലെയർ വിടുത്ത് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കറന്റ് ഫ്ലോ വല്ലാണ്ട് കുറയ്ക്കുന്നത്. ഫൈൻഡ് ഔട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡയോഡ്. ഡയോഡിന്റെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ഓസിലേറ്റർ, ആംപ്ലിഫയർ, റെക്ടിഫയർ. മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ റെക്ടിഫയർ ആണ് ആൻസർ. Then 20th one, what is rectification? Conversion of AC into DC ആണെന്ത്? rectification. Then 21, what is a Zener diode used as? അപ്പോൾ ഡയോഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ റെക്ടിഫയറും Zener ഡയോഡിന്റെ റെഗുലേറ്ററും ആണ്. Then identify the condition for a transistor to act as an amplifier. ട്രാൻസിസ്റ്ററിന്റെ പോർഷൻ ഇല്ല, പക്ഷെ ഇത് ജനറൽ ടൈപ്പ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് തരുന്നത്. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദ ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ട്രൂ ആണ്, അതാണ് കണ്ടീഷൻ വേണ്ടത്. നോ ബയാസ് വോൾട്ടേജ് അല്ല, ബോ ജംഗ്ഷൻസ് ആർ ഫോർവേഡ് ബയാസ്ഡ് അല്ല, ബോ ജംഗ്ഷൻസ് ആർ റിവേഴ്സ് ബയാസ്ഡ് അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ വാട്ട് ഈസ് ട്രാൻസിസ്റ്റർ മെയ്ഡ് ഓഫ്? ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുന്നത് സെമി കണ്ടക്ടറോടാണ് അല്ലേ? 2 PN ജംഗ്ഷൻ കൂട്ടി PN ജംഗ്ഷൻ ഉണ്ടാക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ട്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഓപ്പറേറ്റഡ് ഫോർവേഡ് ബയാസിൽ വർക്ക് ചെയ്യുന്നത്? LED ആണ് കേട്ടോ. അപ്പോൾ LED ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ വൺ വിച്ച് നോ എക്സ്റ്റേണൽ ബയാസ്. എക്സ്റ്റേണൽ ബയാസ് അപ്ലൈ ചെയ്യാത്തത് ഇതിലാണ്, സോളാർ സെല്ലിലാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി മെയിൻ റിസൾട്ട് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ? ന്യൂക്ലിയർ ഫിഷന്റെ മെയിൻ റിസൾട്ട് ബാരിയം ആണ്, ഓർത്ത് വയ്ക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോംസ് ദ ബേസിസ് ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ? Uncontrolled chain reaction, fast nuclear reaction, controlled chain reaction, catalyst controlled nuclear reaction. Controlled chain reaction. What is the half time of a radioactive sample if its mean life is 200 seconds? എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ടി ഹാഫിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. ഇനി മെയിൻ ലൈഫിന്റെ 1 ബൈ ലാംഡ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1 ബൈ ലാംഡയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മെയിൻ ലൈഫ് ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മെയിൻ ലൈഫ് തന്നിട്ടുണ്ട് 200. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.31 മിനിറ്റ് ആണ് ആൻസർ. Okay, so answer is option. Next, what is the reaction responsible for the production of light energy from sun? Light energy from sun, അത് fusion ആണ്. In a nuclear reaction, there is conservation of which of the following? Mass only, energy only, momentum only. മൂന്നും ഉണ്ട്. Okay, nuclear reaction mass, energy, momentum മൂന്നും ഉണ്ട്. Nuclear fusion is responsible for in which of the following cases? ന്യൂക്ലിയർ ഫ്യൂഷൻ, ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈറ്റ് ന്യൂക്ലിയർ കൂടി ചേർന്ന് ഒരു ഹെവി ന്യൂക്ലിയർ ഉണ്ടാവുന്നത്. സോ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് പോസിബിൾ ബിറ്റ്വീൻ ലൈറ്റ് ന്യൂക്ലിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ? കാഡ്മിയം, പ്ലൂട്ടോണിയം, യുറേനിയം, ഹെവി വാട്ടർ. ഹെവി വാട്ടർ ആണ് മോഡറേറ്റർ. ദെൻ ന്യൂക്ലിയർ റിയാക്ടർ, വാട്ട് ആർ ദ കൺട്രോളിംഗ് റൂൾസ്? കാഡ്മിയം ആണ് കൺട്രോളിംഗ് റൂൾസ്. Which among the following is not a suitable phenomenon to establish that light is a wave motion? Light ഒരു വേവ് മോഷൻ ആണ് എന്ന് കാണിക്കാനുള്ള ഒരു സ്യൂട്ടബിൾ ഫിനോമിനൽ അല്ലാത്തത് റിഫ്ലക്ഷൻ ആണ്. ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എല്ലാം വേണം. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കണ്ടീഷൻ which is not necessary for light waves to be coherent.
The two waves must be continuous ആവണം. The two waves should be of same frequency or wavelength. അതും satisfy ചെയ്യണം. There should be a constant of 0 phase difference. അതും വേണം. The two light sources should be narrow. അതൊരു necessary condition അല്ല. So option D is the correct answer. Then the absolute refractive indices of glass and water are 3/2 and 4/3. Determine the ratio of speeds of light in glass and water. അതാണ് the question. Okay. Glass and water. അപ്പോൾ Vg by Vw is equal to mu water by mu glass. അപ്പോൾ mu water 4/3 and mu glass 3/2. Eight by 9. So answer is option D. Which among the following is an example of coherent sources in a best laser? Next, in Young's double slit experiment, if the distance between two slits is halved and the distance between the slits and the screen is doubled, then what will be the effect of fringe width? എന്നുള്ളതാണ് question. Okay. So beta is equal to d lambda by d ആണ്. ഇതിൽ പറയുന്നത് എന്താണ്? The distance between two slits is halved. Okay, അപ്പോൾ beta dash എന്ന് പറയുമ്പോൾ distance between two slits is halved. അപ്പോൾ ഇത് half di and the distance between slit and screen is doubled 2d lambda. അപ്പോൾ 4 beta എന്ന് വരും. Increases 4 times. Which type of waves shows the property of polarization കാണിക്കുന്ന transverse waves? What will be the color of the sky in the absence of atmosphere? Dark ആയിരിക്കും. So ഇത്രയും questions. pH എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് H plus ionsനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? pH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ pH ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. മൈനസ് ലോഗ് ഒ എച്ച് മൈനസ്, പിന്നെ ഓപ്ഷൻസ് മൈനസ് ലോഗ് ഒ എച്ച് മൈനസും, പിന്നെ ലോഗ് എച്ച് പ്ലസ്, പിന്നെ മൈനസ് ലോഗ് എച്ച് പ്ലസ്, പിന്നെ 1/H പ്ലസ് കോൺസെൻട്രേഷൻ. അപ്പം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഓക്കെ, അപ്പോൾ മൈനസ് ലോഗ് എച്ച് പ്ലസ് ആണ് നമ്മുടെ pH ഓഫ് സൊല്യൂഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതായത് pH ഓഫ് സൊല്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് അയോൺസ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത് അല്ലേ? നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് അയോൺസ്. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ pH ഓഫ് പ്യുവർ വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ഈസ് എത്ര എന്ന് ചോദിച്ചിരിക്കുന്നത്? 25 ഡിഗ്രി സെൽഷ്യസ്, അതായത് 290 കെൽവിൻ. ഇതില് 290 കെൽവിനില് നമുക്ക് pH ഓഫ് പ്യുവർ വാട്ടർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? അത് 0, 7, 14, 1 ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 7 ആണ് റൈറ്റ് ആൻസർ കേട്ടോ. pH ഓഫ് പ്യുവർ വാട്ടർ ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പോൾ അത് 25 ഡിഗ്രി സെൽഷ്യസ് ആ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ കാണിക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് if concentration of H plus is equal to 1 into 10⁻³ molar, then pH of the solution is. അതായത് കോൺസെൻട്രേഷൻ ഓഫ് H plus തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് pH എങ്ങനെ കാണാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ സാധാരണ കാണാം? മൈനസ് ലോഗ് ഓഫ് H plus അയോൺസ് ആണ് അല്ലേ? മൈനസ് ലോഗ് ഓഫ് H plus ഇവിടെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ 1 into 10⁻³ എന്ന് എഴുതാം. 1 into 10⁻³ ആണ് അതിൻ്റെ ആൻസർ വരിക. ഇനി നമുക്ക് മൈനസ് ലോഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ മൈനസ് ലോഗ് ഓഫ് എന്താ 10⁻³ അപ്പോൾ 10⁻³ നമ്മൾ എന്ത് ചെയ്യുക? -3 log 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതിക്കൂടെ? അപ്പം -3 log 10 എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും അല്ലേ?
അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോഗ് 10 ടു ദ ബേസ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈനസ് ഇൻറ്റു -3 എന്ന് പറയുന്നത് എന്തായി +3 ആയിട്ട് മാറും ആൻസർ. അപ്പൊ ആൻസർ എത്ര വരുന്നത് ഓപ്ഷൻ എ ആണ് +3. ഓക്കെ, +3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് പി എച്ച് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കാം. ഇഫ് pH is equal to 5 the hydrogen ion concentration is. അപ്പോൾ pH 5 ആണെങ്കിൽ if pH is equal to 5 then hydrogen ion concentration pH നമുക്ക് തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ റിവേഴ്സ് ആലോചിച്ചാൽ മതി. ഇവിടെ 3 ആണ് pH കിട്ടിയത് അല്ലേ. അപ്പോൾ 3 pH കിട്ടിയപ്പോൾ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു 1 × 10⁻³ ആണ്. അപ്പോൾ അതൊരു ട്രിക്കായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ 3 ആണെങ്കിൽ 1 × 10⁻³ ആണ് ഇത്ര മോളാറാണ് വരിക എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ആണെങ്കിൽ 1 × 10⁻5 അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് അങ്ങനെയും പഠിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് എത്രയും ഓപ്ഷൻസ് നോക്കാം. ഇഫ് pH is equal to 5 the hydrogen ion concentration is 1 × 10⁻⁵, 1 × 10⁻⁹, 5 × 10⁻⁵, 1 × 10⁵. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 5 ഇൻറ്റു ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറെ വാല്യൂസ് അവിടെ വരും. പക്ഷെ അതൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് 5 ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് കണ്ട പോലെ തന്നെ അതിന്റെ റിവേഴ്സ് ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. നമുക്ക് ഡയറക്റ്റ് H+ തന്നിട്ട് അങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ കുറച്ചൊരു ഡിഫറെന്റ് ആണ്. ഇഫ് OH- കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 1 × 10⁻⁴ മോളാർ. അപ്പോൾ OH- കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 1 × 10⁻⁴ മോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ pH is equal to എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതും അറ്റ് 25°C. അപ്പൊ നമുക്കറിയാം, നമുക്ക് രണ്ട് ഫോർമുല അറിയാം. OH- കോൺസെൻട്രേഷൻ 1 × 10⁻⁴ ആണെങ്കിൽ അവിടെ POH എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? POH will be equal to 4. ഓക്കെ, നമ്മൾ pH ഇപ്പോൾ H+ ആണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ pH 4 എന്ന് എഴുതുന്ന പോലെ ഇവിടെ OH- ആയതുകൊണ്ട് നമ്മൾ POH 4 എന്ന് എഴുതി. ഇനി നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്, pH plus POH is equal to 14. pH plus POH is equal to 14. ഇങ്ങനെ ഒരു ഫോർമുല നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് POH ഓൾറെഡി 4 കിട്ടിയിട്ടുണ്ട്. പിന്നെ pH എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 14 - 4. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? ആൻസർ 10 ആണ് കിട്ടുക അല്ലേ. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അതിനാണ് ഞാൻ മുന്നേ pH plus POH is equal to 40 എന്നുള്ള ഫോർമുല തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എ സൊല്യൂഷൻ ഹാസ് pH is equal to 2 it is. ഇനി ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സൊല്യൂഷന്റെ pH 2 ആണ്. അപ്പൊ അത് എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആയിരിക്കും? pH 2 ആണെങ്കിൽ ഇറ്റ് ഈസ് ന്യൂട്രൽ, വീക്ക്ലി ആസിഡിക്, സ്ട്രോങ്ലി ആസിഡിക്, ബേസിക്. ഇതിൽ ഏതായിരിക്കും വരിക? സ്ട്രോങ്ലി ആസിഡിക് ആയിരിക്കും. നല്ല ലെസ് ദാൻ 2 ആണെങ്കിൽ അത് ആസിഡും, ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ബേസും, സോറി ലെസ് ദാൻ 7, 2 അല്ല കേട്ടോ, ലെസ് ദാൻ 7 ആണെങ്കിൽ ആസിഡിക്കും, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസിക്കും, പിന്നെ ഈക്വൽ ടു 7 ആണെങ്കിൽ ന്യൂട്രലും. ഇങ്ങനെയാണ് നമ്മുടെ കണക്ക്. അപ്പൊ അതില് സ്ട്രോങ്ലി അസിഡിക് എന്ന് പറയാൻ കാരണം കുറച്ചും കൂടി ലോ വാല്യൂ ആണ്. ഓക്കെ, 7-നേക്കാളും ഒരുപാട് ലോ വാല്യൂ ആണ് 2. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, സ്ട്രോങ്ലി അസിഡിക്. ഇനി അടുത്ത് നോക്കാം. POH ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് pH is equal to 9. ഇപ്പൊ ഇതിൽ നിന്നും നമുക്ക് കാണാൻ സുഖമാണ്, ഒരു സബ്സ്റ്റൻസിന്റെ POH ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, വീണ്ടും നമ്മൾ ഫോർമുല യൂസ് ചെയ്യാണ്. അപ്പൊ pH plus POH equal to എത്ര വരുന്നത്? 14. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് POH തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് pH തന്നിട്ടുണ്ട്, അതിന്റെ POH ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ POH കാണണമെങ്കിൽ എന്ത് കാണണം? നമ്മുടെ 14 - pH കാണണം. അപ്പോൾ 14 - 9. അപ്പൊ എത്ര കിട്ടി? 5. ഓക്കെ, അപ്പോൾ 14 - 9 എന്ന് പറയുന്നത് നമുക്ക് 5 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം സുഖമായിട്ട്. ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ PSCക്കൊക്കെ എങ്ങനത്തെ ട്രിക്സ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ 5 ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻസ് ഈസ് മോസ്റ്റ് അസിഡിക്? മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നിട്ടുള്ള ഫോളോയിങ്ങിൽ. അപ്പോൾ നോക്കാം, നമുക്ക് പി എച്ച് ഇസ് ഈക്വൽ ടു 3, പി എച്ച് ഇസ് ഈക്വൽ ടു 5, പി എച്ച് ഇസ് ഈക്വൽ ടു 7, പി എച്ച് ഇസ് ഈക്വൽ ടു 9. ഇങ്ങനെയാണ് 4 കോമ്പൗണ്ട്സ്, 4 പി എച്ച് വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തായാലും അസിഡിക് ആവണമെങ്കിൽ ലീസ്റ്റ് ലെസ് ദാൻ 7 ആയിരിക്കണം. അപ്പോൾ ലാസ്റ്റത്തെ 2 ഓപ്ഷൻ കട്ട് ചെയ്യാം. ഒന്ന് ഈക്വൽ ടു 7 9 ആണ്, അപ്പോൾ അത് വേണ്ട. പിന്നെ മോർ അസിഡിക് എന്നാണ്, മോസ്റ്റ് അസിഡിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 ഉം 3 ഉള്ളത്. അപ്പോൾ 5 ഉം 3 അസിഡിക് ആണ്. അതിൽ മോർ അസിഡിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലോ വാല്യൂ ആണ്. അപ്പോൾ 3 ആണ് വരിക അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ, അതായത് പി എച്ച് ഇസ് ഈക്വൽ ടു 3 ഈസ് ദ റൈറ്റ് ആൻസർ, മോസ്റ്റ് അസിഡിക് വൺ. ഇനി അടുത്തത്, പി എച്ച് ഓഫ് 0.001 മോളാർ HCl സൊല്യൂഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുകയാണ് 0.001. ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കാം, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്തെങ്കിലും രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ 0.001 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1 × 10⁻³ എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റുമല്ലോ, സുഖമായിട്ട് എഴുതാൻ പറ്റും അല്ലേ. 1 × 10⁻³ എന്ന് പറഞ്ഞാൽ എന്താ, 1/1000. അതാണ് 0.001 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് ഈ ടേമിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് -log(h+) ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ആ ഒരു റേസ് ടു ടേം തന്നെ വരുന്നത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആൻസർ എത്ര വരിക? അപ്പോൾ -3 log 10 എന്ന് പറയും, -3 log 10 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 3 തന്നെ വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കാം നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. പി എച്ച് ലെസ് ദാൻ 7 അത് അസിഡിക് സൊല്യൂഷൻ, പി എച്ച് ഈക്വൽ ടു 7 ന്യൂട്രൽ സൊല്യൂഷൻ, പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ബേസിക് സൊല്യൂഷൻ, ഓൾ ഓഫ് ദ അബോവ്. ഇപ്പം എല്ലാം പറഞ്ഞത് ക്ലിയർ ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എന്താ, ആൻസർ എന്താ വരിക? ഓൾ ഓഫ് ദ അബോവ്, എല്ലാതും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ പി എച്ച് ഓഫ് 0.01 മോളാർ NaOH സൊല്യൂഷൻ. ഓക്കെ, 0.01 മോളാർ NaOH സൊല്യൂഷൻ ഈസ് ഡാഷ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമുക്ക് ഡയറക്റ്റ് 1 × 10⁻² എന്ന് മറ്റേതിൽ എഴുതിയ പോലെ എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്, ഇപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം, ഇതിലെന്താ HCl എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് H+ഉം Cl- ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ H+ഉം Cl- ആയിട്ട് നിൽക്കുമ്പോൾ അതിൽ H+ തന്നെയാണ് കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുക ഇവിടെ. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് NaOH ആണ് ഉള്ളത്. അപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് Na+ഉം OH- ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ സ്പ്ലിറ്റ് ആവാന്നുള്ളത് ഞാൻ ഇവിടെ എഴുതിത്തരാം. Na പ്ലസ് OH- അല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ് കിട്ടുക, POH ആണ് കിട്ടുക. അപ്പൊ അതില് നമുക്ക് ഞാൻ പറഞ്ഞുതരാം, നമുക്കിവിടെ കിട്ടുന്നത് POH ആണ് കിട്ടുക. ഓക്കെ, POH ആണ് ഇപ്പൊ അവർ തന്നിട്ടുള്ളത്. കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് POH ആണ് കിട്ടുക. അപ്പൊ ആ POH എന്ന് പറയുന്നത് എത്രയെന്ന് നോക്കാം. POH ഇസ് ഈക്വൽ ടു എത്ര വരും, ഇതിന്റെ -log(0.01 എന്നുള്ള രീതിയിൽ വരും. കാരണം ഇത്രയും മോളാർ എന്ന് പറഞ്ഞാൽ അത്രയും മോളാർ തന്നെ 0.01 തന്നെ ഇതും ഉണ്ടാവും. അതുപോലെ തന്നെ 0.01 തന്നെ Na+ഉം പിന്നെ 0.01 തന്നെ OH- ഉണ്ടാവും. അപ്പൊ OH- കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 0.01 ആണ്. ഓക്കെ, അത് 0. എന്നാണ് കേട്ടോ, 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ POH എങ്ങനെയാണ് കാണുക, നമുക്ക് -log of ഓക്കെ OH- അല്ലെ, -log of OH-. അപ്പൊ OH- കോൺസെൻട്രേഷൻ ഇവിടുന്ന് എടുത്തിട്ട് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര, -log of നമ്മുടെ കോമ്പൗണ്ട് എത്ര, 0.01. 0.01 ഞാൻ എന്തായിട്ട് എഴുതാണ്, 1 × 10⁻³
-2 ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ബേസ് ആയിട്ട് എഴുതി കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്തുകൂടെ? എങ്ങനെയാ? മൈനസ് ലോഗ് 10⁻²? എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് -2 ഇൻറ്റു ലോഗ് 10. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരിക? 2 ആണ് വരിക അല്ലെ? അപ്പൊ നമുക്ക് POH 2 കിട്ടി. ഇനി നമ്മൾ മറ്റേ ഫോർമുല ഇട്ട് കൊടുക്കാം. ഏത്? PH ഇസ് ഈക്വൽ ടു എത്രയാണ്? PH ഇസ് ഈക്വൽ ടു PH ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 14 മൈനസ് POH എന്ന് പറഞ്ഞിട്ട് കണ്ടുകൂടെ? ഇത് PH പ്ലസ് POH ഇസ് ഈക്വൽ ടു 14 ആണ്. അപ്പോൾ PH ഇസ് ഈക്വൽ ടു 14 മൈനസ് POH. 14 മൈനസ് POH. 14 മൈനസ് POH. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ കിട്ടിയ വാല്യൂ എത്ര? 40 മൈനസ് 2. അപ്പൊ എത്ര കിട്ടി? 12. ഓക്കെ, അപ്പൊ 12 ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. ആൻസർ നമുക്ക് ഓപ്ഷൻ ബി തന്നെയാണ് വന്നിരിക്കുന്നത്, 12. ഓക്കെ, 12 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, 12. ഓക്കെ, ഇനി നോക്കാം. ഇഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു 3.16 സെക്കൻഡ്, ഇതേപോലെ തന്നെ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഇഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു 3.16 ഇൻറ്റു 10⁻⁴ മോളാർ ദെൻ PH ഇസ് ഈക്വൽ ടു, ഇതും വേറെ ഒന്നുമില്ല, ജസ്റ്റ് H പ്ലസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് മൈനസ് ലോഗ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ എടുക്കാം. മൈനസ് ലോഗ് ഓഫ് ഏത്? ഈ ഇതിൻ്റെ ഉള്ളിൽ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 3.16 ഇൻറ്റു 10⁻⁻⁴. 3.16 ഇൻറ്റു 10⁻⁻⁴ ഇതിന്റെ കാണാം. അപ്പൊ ഇതിന്റെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ, ഇപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് കാണുന്നതാണ്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആ വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് ഇവിടെ, അപ്പൊ ആ വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് നമ്മളിവിടെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 3.5 ആണ് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നോക്കാം. ദ POH ഓഫ് 1 ഇൻറ്റു 10⁻⁻² H പ്ലസ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ആലോചിക്കാം. അപ്പൊ ഇപ്പൊ ഒരു ട്രിക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്ന് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ POH എത്ര വരും? ഇതിന്റെ POH ഓഫ് 1.10⁻⁻² HCl സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇത് HCl ആണ്. ഇതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക? H പ്ലസ് ആണ് ഇതിന്ന് കിട്ടുക അല്ലെ? അപ്പൊ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ് എത്ര വന്നിരിക്കുന്നത്? ഈ 10⁻⁻² മോളാർ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷന്റെ PH എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 2 ആയിരിക്കും കിട്ടുക അല്ലെ? -2ന്റെ അതിന്റെ നെഗറ്റീവ് ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. അപ്പൊ 2 കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് മറ്റേ ഫോർമുല ഇട്ടോ, PH പ്ലസ് POH ഇസ് ഈക്വൽ ടു 14 ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് POH എന്ന് പറയുന്നത് എന്ത് കിട്ടും? 40 മൈനസ് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ 40 മൈനസ് 2 എന്ന് പറഞ്ഞാല് POH ഇസ് ഈക്വൽ ടു എത്ര വരും? 12 വരും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു കാൽക്കുലേഷൻ ഒന്നും എഴുതാണ്ട് നമുക്കൊരു ആ ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത്, a solution has OH minus is equal to 1 into 10⁻⁻9 molar. The pH of solution is, ഇപ്പോൾ ഒരു സൊല്യൂഷനിൽ OH മൈനസ് വന്നിരിക്കുന്നത് എന്താ പറയുക 1 into 10⁻⁻1. അപ്പോൾ ഇതിന്റെ PH കണ്ടുപിടിക്കണം. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. ഇത് തന്നെ ഇവിടെ യൂസ് ചെയ്യുക. ആദ്യം PH ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ PH കണ്ടുപിടിക്കാം. PH കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഇവിടെ OH മൈനസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? POH കണ്ടുപിടിക്കുക. അപ്പൊ POH എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതില്ലേ ഇതൊക്കെ കണ്ണടച്ച് എഴുതാൻ പറ്റും. 10⁻�9 ആണ്. 1 ആണ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം 9. അപ്പൊ PH എന്താ? 40 - 9. അപ്പൊ ആൻസർ എത്ര വരുന്നത്? 5. ഓക്കെ, അപ്പൊ 5 ആണ് വരുന്നത്. ഓക്കെ,
1 second. ഇനി ദ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ KW. ഇനി അയണിക് പ്രോഡക്റ്റ് വാട്ടറിന്റെ വാല്യൂ എത്ര? അപ്പോൾ നേരത്തെ തന്നെ ആൻസർ എത്രയായിരുന്നു? 5 ആണ് കേട്ടോ. നേരത്തെ തന്നെ ആൻസർ നമുക്ക് 5 ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ KW at 25 degrees Celsius is 1 into 10 raised to minus 7, 1 into 10 raised to minus 4, 1 into 10 raised to minus 12, 1 into 10 raised to 7. ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ അതില് 1 into 10 raised to minus 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അതിന്റെ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് KW ആണ്. അതിനെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം. 1 into 10 raised to minus 14 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. അപ്പൊ 1 into 10 raised to minus 14. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The concentration of H plus ions in a solution of pH 6 is. അതായത് H plus ions, ഒരു concentration of H plus ions in a solution of pH is 6. ഓക്കെ, H plus ionsന്റെ pH 6 ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് H plus ionsന്റെ ആ ഒരു കോൺസെൻട്രേഷൻ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് pH 6 ആണ്, pH തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ തിരിച്ച് 6 ആണെങ്കിൽ 10 raised to minus 6 അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ 1 into 10 raised to minus 6 ആയിരിക്കും. അപ്പോൾ അതോടെ ഡയറക്റ്റ് ചെയ്താൽ ആൻസർ വന്നത് 1 into 10 raised to minus 6 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഇഫ് POH is equal to 2. POH 2 ആണെങ്കിൽ H plus എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ POH 2 ആണെങ്കിൽ നമുക്ക് pH എത്ര വരും? POH 2 ആണെങ്കിൽ pH 14 minus 2. അപ്പോൾ എത്ര വരും? pH is equal to 14 minus 2 എന്ന് പറയുമ്പോൾ 12 വരും. അപ്പോൾ 12 ആണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ 1 into 10 raised to minus 12 ആണ് അതിന്റെ കോൺസെൻട്രേഷൻ വരികയെന്ന്. മൈനസ് ലോഗ് ഓഫ് എന്താ പറയുക, ആ 1 into 10 raised to minus 12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് pH 12 ആയിട്ട് കിട്ടും അല്ലേ. നേരത്തെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് 1 into 10 raised to minus 12 ആണ് നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ സുഖമായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് pH? ലോവസ്റ്റ് pH ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 0.1 molar HCl, 0.01 molar HCl, 0.001 molar HCl, പിന്നെ 1 into 10 raised to minus 5 molar HCl. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ 0.1 molar HCl എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 into 10 raised to minus 1 ആണ്. പിന്നെ 0.01 എന്ന് പറഞ്ഞാലോ 1 into 10 raised to, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ 10 raised to minus 1 ആണ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് 10 raised to minus 2 ആണ്. അപ്പം അതിൻ്റെ pH 2 കിട്ടും, ഇതിൻ്റെ pH 1 കിട്ടും. അതുപോലെ അടുത്തത് 0.001 ആണ്. അപ്പോൾ 10 raised to minus 3 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 1 into 10 raised to minus 5 ആണ് അടുത്തത്. അപ്പോൾ അതിൻ്റെ pH 5 കിട്ടും അല്ലേ. അപ്പോൾ അത് ഓൾറെഡി അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നോക്കാം, ഇതിൽ ഏറ്റവും ലോവസ്റ്റ് pH എഴുതാൻ വയ്ക്കുക. അപ്പോൾ ഇതിനല്ലേ 1 കിട്ടുക. അപ്പോൾ ഇത് ഞാൻ അതും കൂടി എഴുതണം. ഇതിനാണെങ്കിൽ pH 1 കിട്ടും, ഇതിനാണെങ്കിൽ ഈക്വൽ ടു 2 കിട്ടും, പിന്നെ താഴത്തേനാണെങ്കിൽ ഈക്വൽ ടു 3 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ചെയ്താൽ 0.1 molar HCl എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ്, അങ്ങനെയാണ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് pH of a buffer solution does not change. Okay, pH of a buffer solution does not change significantly on dilution. Does not change significantly on dilution. On dash dilution. Then addition of small amounts of strong acid, addition of small amounts of strong base, then all of that. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, solution does not change significantly on dilution എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന്റെ റീസൺ? ഓൺ ഡാഷ് ഓൺ എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. pH of buffer solution does not change significantly on എന്താണ്? ബഫർ സൊല്യൂഷന്റെ pH പെട്ടെന്ന് ചേഞ്ച് ആവില്ല അത്ര പെട്ടെന്ന്. എന്ത് ചെയ്താല്, ഡൈലൂഷൻ ചെയ്താലോ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് സ്മോൾ അമൗണ്ട്സ് ഓഫ് സ്ട്രോങ് ആസിഡോ അഡീഷൻ ഓഫ് സ്മോൾ അമൗണ്ട്സ് ഓഫ് സ്ട്രോങ് ബേസോ ഒക്കെ ആഡ് ചെയ്താലും ഇത് ഈ 3 കാര്യങ്ങൾ ചെയ്താലും എന്താ പറയുക ചേഞ്ച് ആവില്ല എന്നാണ് ശരിക്കും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് 3 ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്.
ഇത് മൂന്നും ഓക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ ബഫർ സൊല്യൂഷൻ്റെ പി എച്ച് പെട്ടെന്ന് ചേഞ്ച് ആവില്ല. കാരണം ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് പി എച്ച് റെസിസ്റ്റ് ചെയ്യാൻ, പി എച്ചിൻ്റെ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഓൾ ഓഫ് ദ എബോവ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കാം. പി എച്ച് ഓഫ് ബ്ലഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 6.8, 7.0, 7.4, 8.0. ഇതിലേതാണ് നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച്? അപ്പോൾ ബ്ലഡിൻ്റെ ഏകദേശം പി എച്ച് 7.4 ആണ് അല്ലേ? 7.4 ആണ് പി എച്ച് ഓഫ് ബ്ലഡ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എ ഗാൽവാനിക് സെൽ കൺവേർട്സ് എന്താ നോക്കാം. ഇലക്ട്രിക്. അപ്പോൾ നമ്മൾ പി എച്ച് എന്നുള്ള സെക്ഷനിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഗാൽവാനിക് സെൽ എന്നുള്ള സെക്ഷനിലേക്ക് എത്തി. ഓക്കെ, അതായത് ഇലക്ട്രോ കെമിക്കൽ സെൽസിൻ്റെ സെക്ഷനിലേക്ക് എത്തി. ഇനി ഇവിടെ നോക്കാം. എ ഗാൽവാനിക് സെൽ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി, കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി. ഇതിലേതാണ്? അപ്പോൾ ഗാൽവാനിക് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റേത് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇതിലെന്ന് വെച്ചാൽ കെമിക്കൽ എനർജി നടത്തിക്കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി, അതായത് കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അതാണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻ ആൻ ഇലക്ട്രോലിറ്റിക് സെൽ the flow of current is due to dash. ഇലക്ട്രോലിറ്റിക് സെല്ലില് ഫ്ലോ ഓഫ് കറന്റ് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺസ്, മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് അയൺസ് ഇൻ ഇലക്ട്രോലൈറ്റ്, ഓൺലി അയൺസ് ഇൻ ഇലക്ട്രോലൈറ്റ്, ഓൺലി ഇലക്ട്രോൺസ് ഇൻ ഇലക്ട്രോഡ്സ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഫ്ലോ ഓഫ് കറന്റ് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഉണ്ടാവുന്നത് എന്തിൻ്റെ കാരണമായിട്ടാണ്? മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് അയൺസ് ഇൻ ദ ഇലക്ട്രോലൈറ്റ്. അതായത് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസും എക്സ്റ്റേണൽ സർക്യൂട്ടിലുള്ള മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസും അതുപോലെ തന്നെ അയൺസ്, ഇലക്ട്രോലൈറ്റിലുള്ള അയൺസും, ഇതിൻ്റെ മൂവ്മെന്റ് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഫ്ലോ ഓഫ് കറന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് ഇൻ എ ഡാനിയൽ സെൽ, ഓപ്ഷൻസ് അതിൻ്റെ ഡാനിയൽ സെല്ലിൻ്റെ പേര് തന്നിട്ടുണ്ട്, റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെഡൻ ബാർ സെഡൻ 2+, ഡബിൾ വെർട്ടിക്കൽ ലൈൻ Cu2+ ബാർ Cu, വിച്ച് ഇലക്ട്രോഡ് ആക്ട് ആസ് ദ ആനോഡ്. അപ്പം ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഴുതിയ ആള്, അതായത് ഇപ്പോൾ സിങ്ക് ബാർ സിഡൻ 2+, ഈ പാർട്ടാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ആനോഡായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളിവിടുത്തെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റേ ഭാഗം ഏതാണ്? കാത്തോഡായിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, Cu2+ ബാർ Cu. അപ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആണ് ആദ്യം എഴുതുക, പിന്നെ ഇലക്ട്രോഡിൻ്റെ പേര് എഴുതും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പം ആനോഡ് എന്ന് പറയുന്നത് സിങ്കും കാത്തോഡ് കോപ്പറുമാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് വിത്ത് സോൾട്ട് ബ്രിഡ്ജ്. ഡബിൾ വെർട്ടിക്കൽ ലൈൻ സോൾട്ട് ബ്രിഡ്ജ് ആണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഏതാണ്? സിങ്ക് ഇലക്ട്രോഡാണ് അതിലത്തെ ആനോഡ്. അപ്പോൾ നമ്മൾ ആ സെല്ലിനെ കുറിച്ച് അറിയില്ലെങ്കിലും റെപ്രസെൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻ എ ഗാൽവാനിക് സെൽ ഓക്സിഡേഷൻ ഒക്കേഴ്സ് അറ്റ് ദ, ഗാൽവാനിക് സെല്ലിലെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Oxidation occurs at the cathode, reduction occurs at anode, oxidation occurs at anode and reduction at cathode. Both electrodes undergo oxidation. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ ശരിക്കും നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആനോഡിൻ്റെ അവിടെ ഓക്സിഡേഷനും കാത്തോഡിൻ്റെ അവിടെ റിഡക്ഷനും ഇതാണ് നടക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് സി, ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്സിഡേഷൻ occurs at anode and reduction at cathode. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നോക്കാം. ദ സാൾട്ട് ബ്രിഡ്ജ് ഇൻ എ ഗാൽവാനിക് സെൽ ഈസ് യൂസ്ഡ് ടു, സാൾട്ട് ബ്രിഡ്ജ് ഇൻ എ ഗാൽവാനിക് സെൽ ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻസ്: മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഇൻക്രീസ് സെൽ പൊട്ടൻഷ്യൽ, പ്രൊവൈഡ് ഇലക്ട്രോൺസ് ടു ദ സർക്യൂട്ട്, സപ്ലൈ അയൺസ് ഫോർ റിഡക്ഷൻ.
അതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഇൻ ഗാൽവാനിക് സെൽ ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ്, in an electrolytic cell, the electrodes connected to the positive terminal of the battery is. ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിലെ പോസിറ്റീവ് ടെർമിനലിൽ, ഇലക്ട്രോളിറ്റിക് സെല്ലിലാണ് കേട്ടോ, പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്തിട്ടുള്ള, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിന് നമ്മൾ ആനോഡ് എന്നാണ് പറയുക. അപ്പോൾ ആനോഡ് കാത്തോഡ് ബോത്ത് രണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആനോഡ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അത് എന്തിലാണ്? ഇലക്ട്രോളിറ്റിക് സെല്ലാണെങ്കിൽ. പക്ഷെ ഇലക്ട്രോ കെമിക്കൽ ആണെങ്കിൽ നേരെ തിരികെയാണ് വരിക. നെഗറ്റീവ് ടെർമിനലിനോടാണ് ആനോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ സെൽ റിയാക്ഷൻ in electrolytic, the cell reaction of in a Daniell cell is ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കാം. ആനോഡ് ഇത് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ്, സെൽ റിയാക്ഷൻ ഇൻ എ Daniell cell is zinc bar Zn2+, zinc gives Zn2++ 2 electron, പിന്നെ Cu2++ 2 electrons gives Cu. ഇനി അടുത്തത് Cu gives Cu2++ 2 electrons, Zn2++ 2 electrons gives Zn. ഇനി അടുത്തത് Zn2++ Cu gives Zn plus Cu2+. പിന്നെ അടുത്തത് Cu2++ Zn2+ gives Cu plus Zn. ഇത് ശരിക്കും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്, ആനോഡ് സിങ്ക് ആണ് അല്ലേ. റിഡക്ഷൻ നടക്കുന്നത് കാത്തോഡിലാണ്, കാത്തോഡ് കോപ്പർ ആണ് അല്ലേ. അപ്പൊ സിങ്ക് എന്ന് Zn2++ 2 ഇലക്ട്രോൺ ആവും. അങ്ങനെയാണ് റിയാക്ഷൻ വരിക. അതായത് ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക, ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഇനി റിഡക്ഷൻ നടക്കുന്നത് കാത്തോഡ്, അതായത് കാത്തോഡ് കോപ്പർ ആണ്. ഓക്കെ, അപ്പോൾ കോപ്പറിൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അപ്പോൾ 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് കോപ്പർ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മൈൻഡിൽ വെച്ചാൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഓഫ് കോപ്പർ, ദ ഇംപ്യൂർ കോപ്പർ ഈസ് മെയ്ഡ് ഡാഷ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ആനോഡ്, കാത്തോഡ്, ഇലക്ട്രോലൈറ്റ്, സോൾട്ട് ബ്രിഡ്ജ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് റിഫൈനിങ്, കോപ്പറിൻ്റെ ഇലക്ട്രോലൈറ്റ് റിഫൈനിങ്ങിൽ ഇംപ്യൂർ കോപ്പർ ഈസ് മെയ്ഡ് ഏതാണ്? ആനോഡ്. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. അവിടെ ഇംപ്യൂർ കോപ്പറിനെ നമ്മൾ ആനോഡാക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇപ്പോഴും ഇലക്ട്രോളിസിസും ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെയും ഫംഗ്ഷന് വ്യത്യാസം ശ്രദ്ധിക്കാം എപ്പോഴും. ഇൻ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl, the products at cathode and anode are dash. അതായത് മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസിൽ കാത്തോഡിലെ ആനോഡിലെ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോഡിയം അറ്റ് കാത്തോഡ്, ക്ലോറിൻ അറ്റ് ആനോഡ്, അതൊന്ന്. പിന്നെ ക്ലോറിൻ അറ്റ് കാത്തോഡ്, സോഡിയം അറ്റ് ആനോഡ്, അത് 2. ഇനി മൂന്നാമത്തത് NaCl അറ്റ് ബോത്ത് ഇലക്ട്രോഡ്സ്. പിന്നെ നാലാമത്തെ Na അറ്റ് കാത്തോഡ്, O2 അറ്റ് ആനോഡ്. ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസിൽ products of cathode and anode are sodium at cathode and chlorine at anode. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലോറിൻ ആനോഡിലും സോഡിയം കാത്തോഡിലുമാണ് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതൊക്കെ നമ്മൾ ഓരോ ഇത് പഠിക്കുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
The main difference between galvanic and electrolytic cells is dash. Galvanic cell uses external battery. Electrolytic cell does not. അതാണ് ഒരു ഓപ്ഷൻ. പിന്നെ നെക്സ്റ്റ് ഗാൽവാനിക് സെൽ ഈസ് സ്പോണ്ടാനിയസ്, ഇലക്ട്രോളിക് സെൽ ഈസ് നോൺ സ്പോണ്ടാനിയസ്. പിന്നെ മൂന്നാമത്തത് ഗാൽവാനിക് സെൽ പ്രൊഡ്യൂസസ് ഹീറ്റ്, ഇലക്ട്രോളിക് സെൽ ഡസ് നോട്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കാം നമുക്ക്. പിന്നെ ഗാൽവാനിക് സെൽ പ്രൊഡ്യൂസസ് ഹീറ്റ്, ഇലക്ട്രോളിക് സെൽ ഡസ് നോട്ട്. ഇങ്ങനത്തെ ഗാൽവാനിക് സെൽ നീഡ്സ് സോൾട്ട് ബ്രിഡ്ജ്, ഇലക്ട്രോളിക് സെൽ ഡസ് നോട്ട്. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Galvanic cell is spontaneous, electrolytic cell is non-spontaneous. Okay, main difference between galvanic and electrolytic cell എന്ന് പറയുന്നത് എന്താണ്? Galvanic cell spontaneous ആണ്, spontaneous reactions ആണ് അവിടെ നടക്കുക. പക്ഷേ ഇലക്ട്രോളിക് സെല്ല് നോൺ സ്പോണ്ടാനിയസ് ആണ്. ഓക്കെ, അതാണ് പ്രത്യേകത. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ എ ഗാൽവാനിക് സെൽ ദ ഇലക്ട്രോൺസ് ഫ്ലോ ആൻഡ് ഫ്രം cathode to anode through external circuit. Next, from anode to cathode through external circuit. അടുത്തത് from salt bridge to cathode. അടുത്തത് from cathode to salt bridge. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ABCD നോക്കാം. ഫ്രം ആനോഡ് ടു കാത്തോഡ് ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട് ആണ് റൈറ്റ് ആൻസർ. അതായത് ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ആനോഡിൽ നിന്ന് കാത്തോഡിലേക്കാണ്, എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി. ഓക്കെ, അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഗീവ്സ് ഡാഷ്. എന്താണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ നമുക്ക് തരുന്നത്? ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ അറ്റ് കാത്തോഡ് ആൻഡ് ഓക്സിജൻ അറ്റ് ആനോഡ്, ഓക്സിജൻ അറ്റ് കാത്തോഡ് ആൻഡ് ഹൈഡ്രജൻ അറ്റ് ആനോഡ്, പിന്നെ ഹൈഡ്രജൻ അറ്റ് ബോത്ത് ഇലക്ട്രോഡ്സ്, ഓക്സിജൻ അറ്റ് ബോത്ത് ഇലക്ട്രോഡ്സ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോളിസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസിൽ ഹൈഡ്രജൻ കാത്തോഡിലും ഓക്സിജൻ ആനോഡിലും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിൻ്റെ ഹൈഡ്രജൻ കാത്തോഡിലും ഓക്സിജൻ ആനോഡിലും. ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എ ഗാൽവാനിക് സെൽ ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് ഈസ്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗാൽവാനിക് സെല്ല്. ഓക്കെ, കോമൺലി യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് ഈസ്. ഓപ്ഷൻസ് നോക്കാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ഡ്രൈ സെൽ, ഫ്യൂവൽ സെൽ, ഓൾ ഓഫ് ദ അബവ്. ഇതിൽ ഏതാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗാൽവാനിക് സെൽ? അപ്പോൾ അതിലെല്ലാം യൂസ് ചെയ്യേണ്ടത് ഓൾ ഓഫ് ദ അബവ് ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദ അബവ് ആണ് റൈറ്റ് ആൻസർ. ഇനി during electroplating of silver, the object to be plated is made dash. Options നോക്കാം. ആനോഡ്, കാത്തോഡ്, ഇലക്ട്രോലൈറ്റ്, സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ്, സിൽവറിൻ്റെ ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ പ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലേറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിന് നമ്മൾ എന്താക്കാറോ പതിവ്? ആനോഡാണോ, കാത്തോഡാണോ, ഇലക്ട്രോലൈറ്റ് ആണോ, സോൾട്ട് ബ്രിഡ്ജ് ആണോ? അപ്പോൾ കാത്തോഡ് ആക്കാറാണ് പതിവ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, കാത്തോഡ് ആണ് റൈറ്റ് ആൻസർ. ഇനി ഇൻ എ ഫ്യൂവൽ സെൽ യൂസിങ് H2 ആൻഡ് O2 ദ പ്രോഡക്റ്റ് ഫോംഡ് ഈസ്. ഫ്യൂവൽ സെല്ലിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? H2 ആൻഡ് O2, ഹൈഡ്രജൻ ഓക്സിജൻ ഗ്യാസ് ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലേ. ഫ്യൂവൽ സെല്ലിൽ നമുക്ക് എനർജി കിട്ടും. പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ്. വേറെ സൈഡായിട്ട് ഹാംഫുൾ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഫ്യൂവൽ സെല്ലിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡ്, പിന്നെ H2 + O2, H2O + CO2 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ തോന്നും, പക്ഷേ ശരിക്കും H2O മാത്രമാണ് നമുക്ക് ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നോക്കാം. ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദ റിയാക്ഷൻ ഈസ് മെഷേർഡ് ആസ്. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറൻറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, EMF എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ്.
EMF-നെയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്, if standard electrode potential of Zn2 plus bar Zn is minus 0.76 and that of Cu2 plus bar Cu is plus 0.34, the EMF of the cell Zn bar Zn2 plus double bar Cu2 plus bar Cu is ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ സെല്ല് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം സിങ്കും കോപ്പറും വന്നിട്ടുള്ളത്, സിങ്ക് ആനോടും കോപ്പർ കാത്തോഡായിട്ട് വന്നിട്ടുള്ളത് ഡാനിയൽ സെല്ലാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഡാനിയൽ സെല്ലിന്റെ എപ്പോഴും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. E0 വാല്യൂ ഓഫ് സിങ്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത് മൈനസ് 0.76. അതുപോലെ തന്നെ ഇവിടെ E0 വാല്യൂ ഓഫ് കോപ്പർ ആണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് 0.34. അപ്പൊ നമ്മുടെ ഇ സെല്ലില് ഒരു ഇ സെൽ ഈസ് ഈക്വൽ ടു EMF ഓഫ് ദ സെൽ, അതായത് EMF കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്. ഈസ് ഈക്വൽ ടു എന്താ, E0 E ഓഫ് കാത്തോഡ് മൈനസ് E ഓഫ് ആനോഡ്. ഇങ്ങനെയാണ് ഫോർമുല. അപ്പൊ ഞാനിവിടെ എഴുതി വെക്കാം. E ഓഫ് കാത്തോഡ് മൈനസ് E ഓഫ് ആനോഡ്. ഓക്കെ, E ഓഫ് ആനോഡ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമുല. അപ്പൊ ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാം. ഇപ്പൊ എങ്ങനെയാണ് കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളാരാ, കോപ്പർ. അപ്പൊ 0.34 മൈനസ് ഓഫ് 0.76 എന്നിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 1.1 ആണ്. അപ്പൊ കാണാതെ പഠിച്ചോളാം. നമ്മുടെ ഡാനിയൽ സെല്ലിലെ EMF എന്ന് പറയുന്നത് 1 പ്ലസ് ചാർജ് തന്നെയാണ് വരിക. 1.1 വോൾട്ട് ആണ് ആൻസർ വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അത് 1.1 വോൾട്ട്, അത് ഫിക്സഡ് വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാനിയൽ സെല്ലിന്റെ. അപ്പൊ അത് മാറില്ല, അത് ഫിക്സ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആൻസർ എഴുതാം. ഇനി അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട്. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം, ഈ കാത്തോഡിന് നമ്മൾ ഇ റൈറ്റ് എന്ന് പറയും, ഈ ആനോഡിനെ നമ്മൾ ഇ ലെഫ്റ്റ് എന്ന് പറയും. അപ്പൊ ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് അങ്ങനെയും ഫോർമുല എഴുതാറുണ്ട് കേട്ടോ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിന്റെ ടൈപ്പ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഡാനിയൽ സെൽ, ഫ്യൂവൽ സെൽ, ഡ്രൈ സെൽ, ഇലക്ട്രോളിറ്റിക് സെൽ, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഗാൽവാനിക് സെല്ലിന്റെ ടൈപ്പ് അല്ലാതെ വരുന്നത് നമുക്ക് ഇലക്ട്രോളിക് സെല്ലാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ പെട്ടതാണ്. പക്ഷെ ഇലക്ട്രോളിറ്റിക് സെല്ല് മാത്രമാണ് അതിൽ ഓർഡർ ഔട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇൻ ഇലക്ട്രോളിറ്റിക് സെൽസ് കാത്തോഡ് ഈസ്. ഈ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കാത്തോഡ് എന്താ പറയുക നെഗറ്റീവും ആനോഡ് പോസിറ്റീവും ആണ് അല്ലെ. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിലോ ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവും ആണ്. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ അത് രണ്ടും തെറ്റിപ്പോകരുത്. അപ്പൊ അത് ഓർമ്മയിൽ വന്നാൽ നമുക്ക് ഇങ്ങനത്തെ ആൻസർ ഒക്കെ സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കാത്തോഡ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ഓപ്ഷനിൽ പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ, ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രോലൈറ്റ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ ശരിക്കും വരുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, ഇൻ ഗാൽവാനിക് സെൽസ് ദ കാത്തോഡ് ഈസ് ഡാഷ്. നെഗറ്റീവ് ഇലക്ട്രോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ്, ന്യൂട്രൽ ഇലക്ട്രോഡ്, അതുപോലെ തന്നെ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ അതിൽ കാത്തോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, പോസിറ്റീവ് ഇലക്ട്രോഡാണ് അല്ലേ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ, അതാണ്. ഇനി അടുത്തത്, ദ EMF ഓഫ് എ സെൽ ഈസ് റിലേറ്റഡ് ടു ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ബൈ. ഏതാണ് ഫോർമുല? EMF ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NFE, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു പ്ലസ് NFE, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് C ബൈ FN, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് C ബൈ NF. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ അതില് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NFE ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. EMF ഓഫ് എ സെൽ റിലേറ്റഡ് ടു ഗിബ്സ് ഫ്രീ എനർജി, അതായത് ഡെൽറ്റ ജി ആയിട്ട് EMF റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NFE. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോലൈറ്റ്സ് ഈസ് യൂസ്ഡ് ഇൻ എ ഡ്രൈ സെൽ. ഒരു ഡ്രൈ സെല്ലില് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. NaCl,
solution, KOH paste, NH4Cl plus 7Cl2 paste, H2SO4 solution ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഡ്രൈ സെല്ല് യൂസ് ചെയ്യുന്നത് നമ്മുടെ NH4Cl പ്ലസ് സിങ്ക് ക്ലോറൈഡും തമ്മിലുള്ള പേസ്റ്റാണ്. NH4Cl സിങ്ക് ക്ലോറൈഡും തമ്മിലുള്ള പേസ്റ്റാണ് നമ്മൾ ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. NH4Cl എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡും മറ്റത് സിങ്ക് ക്ലോറൈഡും. ഓക്കെ, അതിൻ്റെ പേസ്റ്റാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രൈ സെല്ലിൽ. ഓക്കെ, അപ്പോൾ ഏതായിട്ടെന്നൊക്കെ കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ കറക്റ്റ് വായിച്ചെടുത്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റീചാർജബിൾ സെൽ? റീചാർജബിൾ സെല്ലിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഡാനിയൽ സെൽ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ഡ്രൈ സെൽ, ഫ്യൂവൽ സെൽ, ഇതൊക്കെയാണ് ഓപ്ഷൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ റീചാർജബിൾ സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. എക്സാമ്പിൾ ഓഫ് റീചാർജബിൾ സെല്ലിന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഡാനിയൽ സെല്ല്, ഡ്രൈ സെൽ, ഫ്യൂവൽ സെൽ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് റീചാർജബിൾ സെല്ലിന് എക്സാമ്പിൾ. നമ്മൾ വണ്ടികളിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്, കുറേ അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട്. ഇനി അടുത്തത്, ഇൻ ദ electrolysis of molten Al2O3 whole okay in the electrolysis of molten Al2O3, that is whole Herold process, electrodes used are okay. അപ്പോൾ മോൾട്ടൺ Al2O3ന്റെ ഇലക്ട്രോളിസിസിൽ നമ്മുടെ മോൾട്ടൺ ഇലക്ട്രോളിസിസിന്റെ മോൾട്ടൺ Al2O3യുടെ ഇലക്ട്രോളിസിസിൽ, അതായത് ഹോൾ ഹെറോൾഡ് പ്രോസസ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. ഓക്കെ, അപ്പം അതിന്റെ പേര് ഹോൾ ഹെറോൾഡ് പ്രോസസ് ആണ്. ദ ഇലക്ട്രോഡ്സ് യൂസ്, അതിന്റെ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? അയൺ കാത്തോഡ് ആൻഡ് കാർബൺ ആനോഡ്, ഗ്രാഫൈറ്റ് കാത്തോഡ് ആൻഡ് ഗ്രാഫൈറ്റ് ആനോഡ്, പ്ലാറ്റിനം കാത്തോഡ് ആൻഡ് കാർബൺ ആനോഡ്, പിന്നെ കാർബൺ കാത്തോഡ് ആൻഡ് അയൺ ആനോഡ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹോൾ ഹെറോൾഡ് പ്രോസസ്സിൽ നമ്മൾ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് കാത്തോഡും ഗ്രാഫൈറ്റ് കാത്തോഡും ഗ്രാഫൈറ്റ് ആനോഡും രണ്ടും ഗ്രാഫൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് പ്രത്യേകത. അതാണ് എൻ്റെ ഇലക്ട്രോഡ്സ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. The efficiency of a fuel cell is generally. അപ്പോൾ നമ്മൾ ഫ്യൂവൽ സെല്ലിൽ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ ഏതാണെന്നാ പറഞ്ഞത്, H2ഉം O2ഉം കൂടി കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, ഒരു റിയാക്ഷൻ ആണ് അതിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഏറ്റവും അതിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ് ഫ്യൂവൽ സെൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ എഫിഷ്യൻസി ഏകദേശം എത്രയാണെന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ലെസ് ദാൻ 10%, 20 to 30%, 40 to 50%, 60 to 70% എന്നൊക്കെയാണ് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ 60 to 70% ആണ് റൈറ്റ് ആൻസർ. എഫിഷ്യൻസി ഓഫ് ഫ്യൂവൽ സെൽ ഈസ് ജനറലി 60 to 70%. എന്നത് എഫിഷ്യൻസി ഓഫ് ഫ്യൂവൽ സെൽ ഈസ് ജനറലി 60 to 70% എന്നാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇൻ മോൾട്ടൺ NaCl ഇലക്ട്രോളിസിസ്, ക്ലോറിൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് കാത്തോഡ്, ആനോഡ്, ബോത്ത് ഇലക്ട്രോഡ്, സോൾട്ട് ബ്രിഡ്ജ്, ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ NaClന്റെ ഇലക്ട്രോളിസിസിൽ ക്ലോറിൻ ഗ്യാസ് എവിടെയാണ് ലിബറേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് ആനോഡിലാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ആനോഡിലാണ് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇന്ന ഗാൽവാനിക് സെൽ
ions takes place through dash wires, salt bridge, electrodes, electrolyte only. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 1 second. അപ്പോൾ in a galvanic cell the flow of ions takes place through ഏതാണ് വയേഴ്സ്, സോൾട്ട് ബ്രിഡ്ജ്, ഇലക്ട്രോഡ്സ്, ഇലക്ട്രോലൈറ്റ് ഓൺലി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സോൾട്ട് ബ്രിഡ്ജിലൂടെയാണ് നമ്മുടെ ഫ്ലോ ഓഫ് അയൺസ് ഉണ്ടാവുന്നത് അല്ലേ ഗാൽവാനിക് സെല്ലിൽ. അപ്പോൾ അതാണ് അവിടെ എടുത്ത് പറയേണ്ടത്. ഗാൽവാനിക് സെല്ലിൽ സോൾട്ട് ബ്രിഡ്ജിലൂടെയാണ് ഉണ്ടാവുന്നത് അയൺസിൻ്റെ ഫ്ലോ നടക്കുന്നത്. അപ്പോൾ അത് മിക്സ് ആവാതെ, രണ്ട് സൊല്യൂഷൻസ് മിക്സ് ആവാതെ നോക്കുന്ന ഒരു പരിപാടിയും സോൾട്ട് ബ്രിഡ്ജ് ചെയ്യും. ഓക്കെ, അതാണ് പ്രത്യേകത. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ എ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ദി ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഈസ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് H2SO4, NaCl സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് KOH, മോൾട്ടൺ NaOH, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റഡ് KOH ആണ് റൈറ്റ് ആൻസർ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ കോൺസെൻട്രേറ്റഡ് KOH ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്. In the lead storage battery during discharge, both the electrodes get converted to PbSO4. Okay, അപ്പോൾ the cathode becomes PbO2. പിന്നെ അടുത്തത് anode becomes PbO2. ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. ഇലക്ട്രോലൈറ്റ് become water only. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അതായത് ഇൻ ദ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ അതായത് ഡ്യൂറിങ് ഡിസ്ചാർജിൻ്റെ സമയത്ത് ബോത്ത് ഇലക്ട്രോഡ്സ് ഗെറ്റ് കൺവേർട്ടഡ് ടു PbSO4. മൊത്തത്തിൽ രണ്ട് ഇലക്ട്രോഡ്സും PbSO4 ആയിട്ട് ആവുകയാണോ ചെയ്യുന്നത്, അതോ കാത്തോഡ് PbO2 ആയിട്ട് മാറുകയാണോ ചെയ്യുന്നത്, അതോ ആനോഡ് PbO2 ആയിട്ട് മാറുകയാണോ ചെയ്യുന്നത്, ഇതിലെങ്ങനെയാണ് പ്രോസസ്സ്. പിന്നെ ഇലക്ട്രോലൈറ്റ് ബിക്കംസ് വാട്ടർ ഓൺലി, ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ബോത്ത് ഇലക്ട്രോഡ്സ് ഗെറ്റ് കൺവേർട്ടഡ് ടു PbSO4. രണ്ട് ഇലക്ട്രോഡ്സും PbSO4 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്നാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്ചാർജിൻ്റെ സമയത്ത് സംഭവിക്കുന്നത്. റീചാർജബിൾ ബാറ്ററിയാണ്. ഇനി അടുത്തത് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ദ മെറ്റൽ ടു ബി ഡെപ്പോസിറ്റഡ് ഷുഡ് ബി ടേക്കൺ ആസ്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട മെറ്റല് എന്തായിട്ടാണ് എടുക്കേണ്ടത്? ആനോഡാണോ, കാത്തോഡാണോ, ഇലക്ട്രോലൈറ്റ് ആണോ, സോൾട്ട് ബ്രിഡ്ജ് ആണോ, എന്തായിട്ടാണ് എടുക്കേണ്ടത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. അതിൽ ആനോഡായിട്ടാണ് നമ്മൾ മെറ്റൽ ടു ബി ഡെപ്പോസിറ്റ് ചെയ്യേണ്ട മെറ്റല് ആനോഡായിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, ആനോഡ്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോപ്ലേറ്റിങ്ങിന്റെ ഈസ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കാം കൊളോയിഡ്സ്. ഇനി നമ്മുടെ സർഫസ് കെമിസ്ട്രിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Colloidal solutions are those in which particle size is less than 1 nanometer, 1 to 1000 nanometer, greater than 1000 nanometer, greater than 1 millimeter. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൊളോയിഡൽ സൊല്യൂഷൻസിന്റെ പാർട്ടിക്കിൾ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 1 തൊട്ടിട്ട് 1000 നാനോമീറ്ററിന്റെ ഉള്ളിലാണ് അതിന്റെ പാർട്ടിക്കിൾ സൈസ് വരിക. 1 to 1000 നാനോമീറ്ററിന്റെ ഉള്ളിൽ. ഓക്കെ, ഇനി അടുത്തത് മിൽക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. മിൽക്ക് നമ്മൾ എന്തിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ്? അതായത് സോളാണോ, ജെല്ലാണോ, എമൽഷൻ ആണോ, ഫോം ആണോ? ഇതിൽ ഏത് ടൈപ്പ് കാറ്റഗറിയിലാണ് നമ്മുടെ മിൽക്ക് എന്ന് പറഞ്ഞ സാധനം പെടുക? ഓക്കെ, അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ ആൻസർ വരുന്നത് എമൽഷൻ. ഓക്കെ, അപ്പോൾ മിൽക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എമൽഷൻ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് സ്മോക്ക്. ഇങ്ങനെ പലതരത്തിലുള്ള മിക്സ്ചേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരനെയാണ് നമ്മൾ ഇങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും എക്സാമ്പിൾ ആയിട്ടൊക്കെ PSCക്ക് ചോദിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ചെറിയ ഇതിന്റെ പേരിൽ, അശ്രദ്ധയുടെ പേരിൽ തെറ്റിച്ച് വെക്കരുത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് സുഖമായിട്ട് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന സെക്ഷനാണ്. അപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് എമൽഷൻ ആണ്. മിൽക്ക് എമൽഷൻ എന്ന് പഠിക്കാം. ഇനി അടുത്തത് സ്മോക്കാണ് അടുത്തത് ചോദിക്കുന്നത്. അപ്പോൾ സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. സ്മോക്ക് എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്മോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ഇൻ സോളിഡ് ആണോ, സോളിഡ് ഇൻ ഗ്യാസ് ആണോ, ഗ്യാസ് ഇൻ ലിക്വിഡ് ആണോ, ലിക്വിഡ് ഇൻ സോളിഡ് ആണോ, ഇതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് ഇൻ ഗ്യാസ്. അതായത് ഗ്യാസിലുള്ള സോളിഡ്, അതാണ് സ്മോക്ക്. ഓക്കെ, സോളിഡ് ഇൻ ഗ്യാസ്, അതാണ് നമ്മുടെ സ്മോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോളിഡ് പാർട്ടിക്കിൾസ് ഗ്യാസിൽ ഉള്ള പോലത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഇനി
നെക്സ്റ്റ് എന്ന് പറയുന്നത് ബട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇനി അടുത്തത് ബട്ടർ ആണ്. ഈ ബട്ടർ എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, ഓപ്ഷൻസ് നോക്കാം, ജെൽ, സോൾ, ഫോം, എമൽഷൻ, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്, ജെൽ. ഓക്കെ, ബട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ജെൽ. ജെല്ലിൻ്റെ എക്സാമ്പിൾ ആണ് ബട്ടർ. അടുത്തത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാരി ചാർജ് ഡ്യൂ ടു. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. അഡ്സോർപ്ഷൻ ഓഫ് അയൺസ് ഫ്രം സൊല്യൂഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സസ്, കൊളീഷൻ ഓഫ് മോളിക്യൂൾസ്, പ്രഷർ ഡിഫറൻസ്, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ അതിൽ നോക്കാം. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാരി ചാർജ് ഡ്യൂ ടു ഏതാണ്, അഡ്സോർപ്ഷൻ ഓഫ് അയൺസ് ഫ്രം സൊല്യൂഷൻ, അതായത് അയൺസിൻ്റെ അഡ്സോർപ്ഷൻ ഓഫ് അയൺസ് സൊല്യൂഷന് അയണിൻ്റെ അഡ്സോർപ്ഷൻ അയൺസിനെ അഡ്സോർബ് ചെയ്തെടുക്കുകയാണ് സൊല്യൂഷൻ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്സോർപ്ഷൻ ഓഫ് അയൺസ് ഫ്രം ദ സൊല്യൂഷൻ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കേട്ടോ, ഇതില്ല എ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിൻ്റെ എന്താ പറയുക എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഫോളോയിങ്ങിൽ ഏതാണെന്നുള്ളത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ, ആർസീനിയസ് സൾഫൈഡ് സോൾ, അടുത്തത് ഗോൾഡ് സോൾ, സൾഫർ സോൾ, ഇതിലേതാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ ആണ് റൈറ്റ് ആൻസർ. എന്താണ്, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ ആണ് നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ജെലാറ്റിൻ, NaCl, HCl, KNO3 ഒക്കെയാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് പറയുന്നത് ജെലാറ്റിൻ ആണ്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത് ഈ ഫോളോയിങ്ങിൽ ജെലാറ്റിൻ ആണ് കേട്ടോ. ജെലാറ്റിൻ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഗോൾഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു. ഗോൾഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഗോൾഡ് നമ്പർ. ഓപ്ഷൻസ് നോക്കാം. പ്രൊട്ടക്റ്റീവ് പവർ ഓഫ് ലയോഫിലിക് കൊളോയിഡ്സ്, size of colloidal particles, shape of colloidal particles, adsorption capacity, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത് ഒരു ടേം ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഗോൾഡ് നമ്പർ എന്ന് പറയപ്പെടുന്നത് എന്തിനാണ്, പ്രൊട്ടക്റ്റീവ് പവർ ഓഫ് ലയോഫിലിക് കൊളോയിഡ്സ്. ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ പ്രൊട്ടക്റ്റീവ് പവറിനെയാണ് നമ്മൾ എന്ത് പറയാം, ഗോൾഡ് നമ്പർ എന്നുള്ള ടേം കൊണ്ട് പറയാം. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇതൊക്കെ ഒരു സിംഗിൾ ഡെഫിനിഷൻ പോലെ വരുന്നതല്ല. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള അതിൻ്റെ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റീവ് ഒരു നെയിംഡ് ആയിട്ടുള്ള ഒരു ടേം അല്ലേ, അപ്പോൾ അതാണ്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് പവർ ഓഫ് ലയോഫിലിക് കൊളോയിഡ്സിനെയാണ് നമ്മൾ ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടിൻഡൽ ഇഫക്റ്റ് ഈസ് ഷോൺ ബൈ. ടിൻഡൽ ഇഫക്റ്റ് ഈസ് ഷോൺ ബൈ ഏതൊക്കെയാണ്, ട്രൂ സൊല്യൂഷൻസ്, കൊളോയിഡൽ സൊല്യൂഷൻസ്, സസ്പെൻഷൻസ് ഓൺലി, ഓൾ ടൈപ്പ് ഓഫ് മിക്സേഴ്സ്, ഇതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ അതിൽ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്, കൊളോയിഡൽ സൊല്യൂഷൻ. നമ്മൾ സർഫസ് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഈ ടിൻഡൽ ഇഫക്റ്റ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഈ ടിൻഡൽ ഇഫക്റ്റ് കൊളോയിഡൽ സൊല്യൂഷൻസിലാണ് കാണപ്പെടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വന്നത് ബി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എത്രയാണ് വരുന്നത്. വിച്ച് മെത്തഡ് ഈസ് എമൽഷൻസ് ക്യാൻ ബി ബ്രോക്കൺ ബൈ ഡാഷ്. അപ്പോൾ ഹീറ്റിംഗ് വഴിയാണോ, ആഡിങ് ഇലക്ട്രോലൈറ്റ്സ് വഴിയാണോ, ഫ്രീസിങ് വഴിയാണോ, അത് ഓൾ ഓഫ് ദ എബോവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എമൽഷൻസ് ക്യാൻ ബി ബ്രോക്കൺ ബൈ, ഇപ്പോൾ ഈ എമൽഷനായിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഹീറ്റിംഗ് ചെയ്യാം, ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാം, ഫ്രീസിങ് വഴിയും ചെയ്യാം. അപ്പോൾ മൂന്നും പോസിബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആൻസർ ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് റബ്ബർ. റബ്ബർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. റബ്ബർ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്കറിയാം, റബ്ബർ എന്ന് പറയുന്നത് ഒരു പോളിമറിക് കോമ്പൗണ്ട് ആണ് അല്ലേ. അപ്പൊ ഈ റബ്ബർ എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്കുള്ളത്. സോളിഡ് സോൾട്ട്, ജെൽ,
കൊളോയിഡൽ സൊല്യൂഷൻ, എമൽഷൻ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റബ്ബർ എന്ന് പറയുന്നത് ഒരു സോളിഡ് സോളിന്റെ എക്സാമ്പിൾ ആണ് റബ്ബർ. റബ്ബർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് സോൾ. ഓക്കെ, സോളിഡ് സോൾ. ഇനി അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് കൊളോയിഡ് ഈസ് പെയിന്റ്. ഏത് ടൈപ്പ് കൊളോയിഡിനെയാണ് നമ്മൾ പെയിന്റ് എന്ന് പറയുന്നത്? പെയിന്റ് ഏത് ടൈപ്പ് കൊളോയിഡിൽ പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ സോളിഡ് സോൾ, പിന്നെ സോൾ, വേറെ സോൾ എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡും സോളിഡും ഉണ്ട്. സോൾ തന്നെ അതുപോലെ തന്നെ ലിക്വിഡ് ഇൻ സോളിഡും സോളിഡ് ഇൻ ലിക്വിഡും ഉണ്ട്. അപ്പൊ അതിൽ ഏത് സോളാണെന്ന് നോക്കാം. പിന്നെ അടുത്തത് ജെൽ. അപ്പൊ ജെല്ല് അങ്ങനെ 4 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പെയിന്റ് എന്ന് പറയുന്നത് സോളാണ്, സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ലിക്വിഡ്, ഒരു ലിക്വിഡില് സോളിഡ് ആണ് ഡിസ്പേഴ്സഡ് ഫേസ്, അത് ലിക്വിഡ് എന്ന് പറയുന്നത് ഡിസ്പെർഷൻ മീഡിയത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ പെയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെയിന്റ് ഒരു സോളാണ്, സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സോളാണ്. ഇനി അടുത്തത് ക്ലൗഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ലിക്വിഡ് ഇൻ ഗ്യാസ്, അതായത് എയറോസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ലിക്വിഡ് ഗ്യാസിനെ നമ്മൾ പറയുന്ന പേരാണ് എയറോസോൾ. പിന്നെ ലിക്വിഡ് സോളിഡ് ഇൻ ഗ്യാസ്, പിന്നെ ഗ്യാസ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്. അപ്പൊ ഈ ഇൻ കഴിഞ്ഞിട്ട് വരുന്നത് മീഡിയം, അതാണ്. മറ്റേ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. ഇൻ കഴിഞ്ഞിട്ട് വരുന്നത് ഡിസ്പെർഷൻ മീഡിയം ആണ്. ഓക്കെ, ഇനി ക്ലൗഡ് എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ് റൈറ്റ് ആൻസർ, ലിക്വിഡ് ഇൻ ഗ്യാസ്. അപ്പൊ അതെന്ന് വെച്ചാല് നമുക്ക് എയറോസോൾ എന്നുള്ള പേരിലും ചിലപ്പോൾ ഓപ്ഷൻസിൽ തരാം. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം ഈ എയറോസോൾ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് നമ്മുടെ ഈ ഉദ്ദേശിച്ച ലിക്വിഡ് ഇൻ ഗ്യാസ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഈസ് ഏതൊക്കെയാണ്? അഡ്സോർപ്ഷൻ, ഇലക്ട്രോപോറസിസ്, സ്കാറ്ററിംഗ് ഓഫ് ദ ലൈറ്റ്, പിന്നെ എമൽസിഫിക്കേഷൻ. അപ്പോൾ അതിൽ ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, സ്കൈൻ്റെ ബ്ലൂ കളർ എന്തിൻ്റെ കാരണമായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫിനോമിനൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് അഡ്സോർപ്ഷൻ ഉണ്ട്, ഇലക്ട്രോഫോറസിസ് ഉണ്ട്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഉണ്ട്, എമൽസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് ശരിക്കും നമ്മൾ ലൈറ്റ് നമ്മുടെ സ്കൈക്ക് ബ്ലൂ കളറായിട്ട് ഉള്ളൊരു കളർ നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ പറയുന്ന ഒരു പേരാണ് ടിൻഡൽ ഇഫക്റ്റ്. എന്താണ് പറയാ? ടിൻഡൽ ഇഫക്റ്റ്. ഓക്കെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ ടിൻഡൽ ഇഫക്റ്റ്, അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് ചീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ചീസ് എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ജെൽ, സോൾ, ഫോം, എയറോസോൾ, ജെൽ. അപ്പൊ ജെല്ലാണ് ആൻസർ. അതായത് ചീസ് എന്ന് പറയുന്നത് ഇപ്പൊ ബാക്കിയുള്ള ഫോംസ് ഒക്കെ ഉണ്ടായിട്ട് ജെല്ലിൽ നിന്നുള്ള ഫോമിലാണ് ചീസ് വിടുക. ഓക്കെ, ഇനി അടുത്തത് ദ പ്രോസസ് ഓഫ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഫോം, സോള്, ജെല്ല്, എയറോസോൾ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ PSC എക്സാംസിനൊക്കെ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അവർ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്തത് പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് കൊളോയിഡ്സ് ഫ്രം ക്രിസ്റ്റലോയിഡ്സ്. ഇനി കൊളോയിഡ്സിനെ ക്രിസ്റ്റലോയിഡ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന പ്രോസസ്സിന്റെ പേര്. യൂസിങ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു കൊളോയിഡ്സിനെ ക്രിസ്റ്റലോയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഇലക്ട്രോഫോറസിസ്, ഡയാലിസിസ്, അഡ്സോർപ്ഷൻ, സെഡിമെന്റേഷൻ. ഇങ്ങനെ 4 പ്രോസസ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതില് കൊളോയിഡ്സും ക്രിസ്റ്റലോയിഡ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയാലിസിസ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഡയാലിസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പൊ നമ്മൾ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാല് മിൽക്കിനെ കേടാക്കുന്ന പ്രോസസ്സ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് എന്ത് പ്രോസസ്? ആ ഒരു പ്രോസസ്സിനെ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് കാണുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. കൊയാഗുലേഷൻ, ഓക്കെ, പിന്നെ പെപ്റ്റൈസേഷൻ, പിന്നെ ഡയാലിസിസ്, പിന്നെ ടിൻഡൽ ഇഫക്റ്റ്. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ്. അപ്പൊ അതില് കൊയാഗുലേഷൻ എന്നുള്ള പ്രോസസ്സാണ് ശരിക്ക് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. മിൽക്ക് തൈരായിട്ട് മാറുന്നതിന്റെ, പാല് തൈരായിട്ട് മാറുന്നതിന്റെ പ്രോസസ്സിന് നമ്മൾ കൊയാഗുലേഷൻ എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറയാം. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, കൊയാഗുലേഷൻ. ഇനി നോക്കാം. ദ റോൾ ഓഫ് സോപ്പ് ഇൻ ക്ലൻസിങ് ഈസ് ഡ്യൂ ടു. അതായത് ക്ലൻസിങ്ങില് സോപ്പിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് മിസിൽസ്, ഡയാലിസിസ്, കൊയാഗുലേഷൻ, ഇലക്ട്രോഫോറസിസ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
അപ്പോൾ ക്ലൻസിങ്, റോൾ ഓഫ് സോപ്പ് ഇൻ ക്ലൻസിങ് ഈസ് ഡ്യൂ ടു, ക്ലൻസിങ്ങിൽ സോപ്പിന്റെ റോള് എന്താ ഈസ് ഡ്യൂ ടു എന്തിന്റെ കാരണം കൊണ്ടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഫോർമേഷൻ ഓഫ് മെസിൽസ്, ഡയാലിസിസ്, കൊയാഗുലേഷൻ, ഇലക്ട്രോഫോറസിസ്. അപ്പൊ അതില് ഫോർമേഷൻ ഓഫ് മെസിൽസ്. അപ്പൊ സോപ്പ് എന്ന് പറഞ്ഞ ടേം കണ്ടാൽ തന്നെ ഇപ്പൊ മീസിൽസ് എന്നുള്ളത് ഉണ്ടെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ അതിനുണ്ടാവും. ക്വസ്റ്റ്യൻ എന്നാലും വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യുന്നുണ്ട്. പക്ഷെ സോപ്പും മീസിൽസും നമ്മുടെ കണക്ഷൻ എന്താ വെച്ചാൽ, നമ്മൾ മീസിൽസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സോപ്പ് കൊണ്ട് ഇപ്പോൾ അഴുക്കൊക്കെ അവിടെ നിന്ന് ഇളകി പോരുന്നത്. ഓക്കെ, ഈ സോപ്പും മീസിൽസും ഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അഴുക്ക് നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്നൊക്കെ ഇളകി പോരുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പൊ റോൾ ഓഫ് സോപ്പ് ഇൻ ക്ലൻസിങ് ഈസ് ഡ്യൂ ടു formation of missiles. Okay, അപ്പോൾ ഓപ്ഷൻ എ is the right answer. ഇനി അടുത്തത്, which of the following is an example of liquid in liquid colloid? ഒരു ലിക്വിഡ് ഇൻ ലിക്വിഡ് കൊളോയിഡ് എന്ന് പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. മിൽക്ക്, ഫോഗ്, സ്മോക്ക്, ഫോം. 4 ഫോംസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് എക്സാമ്പിൾ ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ് കൊളോയിഡിന്റെ എക്സാമ്പിൾ മിൽക്കാണ്. അതായത് മിൽക്കിൽ തന്നെ ലിക്വിഡും ചേർന്ന പോലത്തെ ഒരു അവസ്ഥയാണ്, അതാണ് മിൽക്ക്. ഓക്കെ, മിൽക്ക് ആണ് അതിന്റെ എക്സാമ്പിൾ. ഇനി അടുത്ത ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്തത് വിപ്ഡ് ക്രീം. വിപ്ഡ് ക്രീം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഫോം, അതായത് ഗ്യാസ് ഇൻ ലിക്വിഡ്, പിന്നെ ജെല്ല്, ലിക്വിഡ് ഇൻ സോളിഡ്, പിന്നെ എമൽഷൻ, പിന്നെ എയറോസോൾ. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ അതിലെ ഫോം, അതായത് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് വിപ്ഡ് ക്രീം. വിപ്ഡ് ക്രീം നമുക്കറിയാം, അതിങ്ങനെ നമ്മൾ പതപ്പിച്ചിട്ട് പൊന്തി നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അല്ലെ, കുറച്ച്. അപ്പൊ എയർ ഫില്ല് ചെയ്ത പോലെയാണ് ശരിക്കും. അപ്പൊ അത് ഗ്യാസ് ഇൻ ലിക്വിഡ്, ഒരു ലിക്വിഡ്, അതായത് ശരിക്കും ക്രീം വാങ്ങിക്കുന്ന സമയത്ത് ലിക്വിഡ് ആയിട്ടുള്ള അവസ്ഥയാവുക. അത് നമ്മൾ അടിച്ച് അതിനെ എന്താവുക, പതപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ബീറ്റ് ചെയ്തിട്ടാണ് അതിനെ ഒരു അത്രയും ഒരു ഹെവി ക്വാണ്ടിറ്റിയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിൽ എയർ ആണ് ശരിക്കും ഫില്ലാവണ പോലെ വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് ഫോം. ഒരു ഫോർമേഷൻ നടക്കുന്നത് അത് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്നുള്ള ആ ഫോമുള്ളതുകൊണ്ടാണ്. അപ്പോൾ വിപ്ഡ് ക്രീം എന്ന് പറയുന്നത് ഫോമിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത്, ഇലക്ട്രോഫോറസിസ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ഡാഷ്. ഈ ഇലക്ട്രോഫോറസിസ് എന്നുള്ള പ്രോസസ്സും അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിന്റെ സ്റ്റഡിയാണ്? മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, സൈസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഷേപ്പ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്, സെഡിമെന്റേഷൻ റേറ്റ് ഓഫ് കൊളോയിഡ്സ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ അതിൽ നോക്കാം. മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, അതാണ് അതിന്റെ ആൻസർ. ഇലക്ട്രോഫോറസിസ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി. ഇലക്ട്രോഫോറസിസ് എന്ത് സ്റ്റഡി ചെയ്യാനാണ്? മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, മെഡിസിൻസ് ഇൻ കൊളോയിഡൽ ഫോം ആർ മോർ എഫക്റ്റീവ് ബിക്കോസ്. ഏതാണ് മെഡിസിൻസ് മോർ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്? എന്താ കാരണം? ദേ ആർ പ്യുവർ സബ്സ്റ്റൻസസ്, they have larger surface area for absorption, they are charged, they are neutral. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ മെഡിസിൻസ് ഇൻ കൊളോയിഡൽ ഫോം ആർ മോർ എഫക്റ്റീവ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ they are pure, they have large surface area for absorption. ഈ മെഡിസിൻസിന് കൊളോയിഡൽ ഫോമിലാണെങ്കിൽ കുറച്ചും കൂടി സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂടുതലായിട്ട് കിട്ടും. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. ഓക്കെ, option B is the right answer. They have large surface area for absorption. ഇനി അടുത്തത്, in gold zone the dispersion medium is. ഗോൾഡ് സോളില് ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഗോൾഡ്, വാട്ടർ, എയർ, ഇലക്ട്രോലൈറ്റ്. ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ഗോൾഡ് സോളില് ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഗോൾഡ് സോളില് ഡിസ്പെർഷൻ മീഡിയം ആണ് വാട്ടർ. വാട്ടറിലേക്കാണ് മറ്റ് ഡിസ്പെർസ്ഡ് ഫേസ് ആഡ് ചെയ്തത്. ഓപ്ഷൻ ബി വാട്ടർ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് എമൾസിഫിക്കേഷൻ പ്രോപ്പർട്ടി. എമൾസിഫിക്കേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ, അപ്പൊ സോപ്പ്, NaCl, ഷുഗർ, HCl. ഇതൊക്കെയാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പൊ അതില് സോപ്പാണ് കേട്ടോ റൈറ്റ് ആൻസർ. എമൾസിഫിക്കേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുടെ പേര് സോപ്പ്. ഓക്കെ, സോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എമൾസിഫൈങ് ഏജൻസ് ആയിട്ട് ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സോപ്പ് ഡിറ്റർജൻസ് ഒക്കെ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോസസ്സിനെ നമ്മൾ എമൾസിഫിക്കേഷൻ പ്രോപ്പർട്ടി എന്നാണ് പറയാം. ഓക്കെ,
സോപ്പാണത് കാഴ്ചവെക്കുന്നത്. ഇനി നെക്സ്റ്റ്, ഇൻ ടാനിങ് ഓഫ് ലെതർ ദ കൊളോയിഡ് യൂസ്ഡ് ഈസ്, ലെതർ ടാനിങ്ങിൽ യൂസ് ചെയ്യുന്ന കൊളോയിഡ്, അതായത് ഓപ്ഷൻസ് നോക്കാം, ബേസിക് ഡൈ, ടാനിൻസ്, ക്രോമിയം സോൾട്സ്, ആലം. അപ്പം അതിൽ ക്രോമിയം സോൾട്സ് ആണ് റൈറ്റ് ആൻസർ. ടാനിങ് ഓഫ് ലെതറിൽ കൊളോയിഡ് യൂസ്ഡ് ഈസ് ഏതാണ്? ക്രോമിയം സോൾട്സ്. ക്രോമിയം സോൾട്സ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് ലയോഫിലിക് കൊളോയിഡ്സ് ആർ ഓൾസോ കോൾഡ്. ലയോഫിലിക് കൊളോയിഡ്സിന് നമ്മൾ എന്താണ് പേര് വിളിക്കുന്ന മറ്റു പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇറിവേഴ്സിബിൾ കൊളോയിഡ്സ്, റിവേഴ്സിബിൾ കൊളോയിഡ്സ്, കൊയാഗുലേറ്റഡ് കൊളോയിഡ്സ്, സസ്പെൻഷൻസ്, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പം അതിൽ ലയോഫിലിക് കൊളോയിഡ്സിനെ നമ്മൾ പറയുന്ന പേരെന്ന് വെച്ചാൽ റിവേഴ്സിബിൾ കൊളോയിഡ്സ്. എന്താണ്? റിവേഴ്സിബിൾ കൊളോയിഡ്സ് ആണ് ലയോഫിലിക് കൊളോയിഡ്സിന് പറയുന്ന പേര്. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലയോഫോബിക് കൊളോയിഡ്? ലയോഫോബിക് കൊളോയിഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം, ഗം സൊല്യൂഷൻ, സ്റ്റാർച്ച് സൊല്യൂഷൻ, ഫെറിക് ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ജെലാറ്റിൻ സൊല്യൂഷൻ. അപ്പം ഇതിൽ ഏതാണ് ലയോഫോബിക് കൊളോയിഡ്? അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസ് പോലെ ഇങ്ങനെ പഠിക്കേണ്ടത് കേട്ടോ. നമ്മൾ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നോക്കിയിട്ട് പഠിക്കാൻ കുറേയൊക്കെ. അപ്പം അതിന് കുറേ എക്സാമ്പിൾസ് കിട്ടും. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളാണ് ലയോഫോബിക് കൊളോയിഡിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, നമ്മുടെ വിച്ച് പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ബ്ലഡ്? ബ്ലഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി, കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം, അഡ്സോർപ്ഷൻ, ചാർജ് ഓൺ കൊളോയിഡ് പാർട്ടിക്കിൾസ്, കൊയാഗുലേഷൻ, സെഡിമെന്റേഷൻ. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ ബ്ലഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് നമുക്ക് ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് ആണ് ബ്ലഡിൻ്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കാം, വിച്ച് കൊളോയിഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗോയിറ്റർ? ഗോയിറ്ററിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഗോയിറ്റർ എന്ന് പറയുന്നത് നമ്മൾ അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ട്രീറ്റ്മെന്റിന് ഏത് കൊളോയിഡ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചിരിക്കുന്നത്? അപ്പോൾ അയഡിന്റെ ഡെഫിഷ്യൻസി ആയതുകൊണ്ട് അയഡിനുള്ള സാധനം വേണം അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കാം, സിൽവർ സോൾ, ആർസനിക് സോൾ, അയഡിൻ സോൾ, സൾഫർ സോൾ. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പം അതിൽ അയഡിൻ സോൾ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അയഡിൻ സോൾ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് ഈസ് ഡ്യൂ ടു, ഏതൊക്കെയാണ് ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് ഈസ് ഡ്യൂ ടു? ഓപ്ഷൻസ് നോക്കാം, adsorption of dirt, emulsification of grease, coagulation of dust particles, ഡയാലിസിസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ കാരണം കൊണ്ടാണ്? എമൽസിഫിക്കേഷൻ ഓഫ് ഗ്രീസിൻ്റെ എമൽസിഫിക്കേഷൻ ഓഫ് ഗ്രീസ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ക്ലൻസിങ് ആക്ഷനും സോപ്പ് എമൽസിഫിക്കേഷനും ഒക്കെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി, ഇൻ ദ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് colloids, reduction is involved, oxidation is involved, electrical arc is stuck between metal electrodes in water, പിന്നെ ഇലക്ട്രോളിസിസ് ഈസ് carried out. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആണ്. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക, ഒരു എളുപ്പവഴി പറഞ്ഞിട്ട്. അതായത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്നാണ് പേര്. ഓക്കെ, ഈ ആർക്ക് മെത്തേഡ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ കാർബൺ ആർക്ക്, ഇലക്ട്രിക്കൽ ആർക്ക്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് മിക്കവാറും ഉണ്ടാവുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ആർക്ക് ഈസ് സ്റ്റക്ക് ബിറ്റ്വീൻ മെറ്റൽ ഇലക്ട്രോഡ്സ് ഇൻ വാട്ടർ. വാട്ടറിലുള്ള മെറ്റൽ ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ ഇലക്ട്രിക്കൽ ആർക്ക് സ്ട്രക്ക് ചെയ്തിട്ട് വെച്ചേക്കാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, സ്മോക്ക് from factories is an example of which type of colloid? Smoke from factories. Factories എന്നുള്ള സ്മോക്ക് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ്? ഇപ്പോൾ എക്സാമ്പിൾസ് ഓപ്ഷൻസ് നോക്കാം, സോളിഡ് സോൾ, ഫോം, എയറോസോൾ, അതായത് സോളിഡ് ഇൻ ഗ്യാസ്, പിന്നെ ജെല്ല്. അപ്പൊ അതിൽ ഏത് ടൈപ്പ് കൊളോയിഡിനുള്ള എക്സാമ്പിൾ ആണ് സ്മോക്ക്, അതായത് എയറോസോൾ. എയറോസോൾ എന്ന് പറഞ്ഞാൽ സോളിഡ് ഇൻ ഗ്യാസ്, അതാണ് റൈറ്റ് ആൻസർ, സോളിഡ് ഇൻ ഗ്യാസ്. ഇനി അടുത്തത്, വിച്ച് ഫിനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ
ഡെൽറ്റ ഫോർമേഷൻ അറ്റ് റിവർ മൗത്ത്സ്, അതായത് റിവർ മൗത്തിൽ, റിവറിൻ്റെ ഒരു റിവർ മൗത്ത് ആ ഒരു ഏരിയയിൽ ഡെൽറ്റ ഫോർമേഷൻ, ഇങ്ങനെ ഡെൽറ്റ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ ഒരു ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നോക്കാം. കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡൽ ക്ലേ ബൈ സീ സോൾട്സ്, പിന്നെ പെപ്റ്റൈസേഷൻ ഓഫ് ക്ലേ, പിന്നെ ഡയാലിസിസ് ഓഫ് ക്ലേ, പിന്നെ മീസിൽ ഫോർമേഷൻ. ഇതൊക്കെയാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡൽ ക്ലേ ബൈ സീ സോൾട്സ്, അതായത് കൊളോയിഡൽ ക്ലേൻ്റെ കൊയാഗുലേഷൻ. ഓക്കെ, സീ സോൾട്സിൻ്റെ അതുപോലെ തന്നെ കൊളോയിഡൽ ക്ലേൻ്റെ കൊയാഗുലേഷൻ വഴിയാണ് നമുക്ക് ഈ ഒരു ഡെൽറ്റ ഫോർമേഷൻ റിവർ മൗത്തിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഫിനോമിനൻ ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കാട്ടോ. കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡൽ ക്ലേ പാർട്ട് ബൈ സീ സോൾട്സ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കാം. ആർട്ടിഫിഷ്യൽ റെയിൻ ക്യാൻ ബി കോസ്ഡ് ബൈ. ആർട്ടിഫിഷ്യൽ റെയിൻ ക്യാൻ ബി കോസ്ഡ് ബൈ, എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാവുന്നത്? ഓപ്ഷൻസ് പെപ്റ്റൈസേഷൻ, കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അടുത്തത് അഡ്സോർപ്ഷൻ, പിന്നെ മീസിൽ ഫോർമേഷൻ. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇത് നോക്കാം. ആർട്ടിഫിഷ്യൽ റെയിൻ ക്യാൻ ബി കോസ്ഡ് ബൈ ഏതാണ്? കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. കൊളോയിഡൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ കൊയാഗുലേഷൻ കാരണമാണ്, അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ കൊയാഗുലേഷൻ, അതിൻ്റെ കൊളോയിഡൽ കൊയാഗുലേഷൻ കാരണമാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. An emulsion of oil in water can be stabilized by adding dash. അപ്പോൾ ഒരു emulsion oil in water can be stabilized by adding common salt, soap or detergent, acids, alkali only. അപ്പോൾ അതിൽ സോപ്പ് ഓർ ഡിറ്റർജൻ്റ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇതാണ് വരിക, സോപ്പ് ഓർ ഡിറ്റർജൻ്റ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്, ബി. അതായത് emulsion of oil in water can be stabilized by adding soap or detergent. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രീസിലുള്ള കൊളോയിഡിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. സ്മോക്ക് സ്ക്രീൻ ഇൻ ബാർ, റബ്ബർ ഇൻഡസ്ട്രി, പെയിൻറ്റ്സ് ആൻഡ് ഇങ്ക്സ്, ഓൾ ഓഫ് ദ അബോവ്. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ അതിൽ കൊളോയിഡ്സ്, ഇൻഡസ്ട്രിയിലുള്ള കൊളോയിഡ്സിൻ്റെ ആപ്ലിക്കേഷൻസ്, സ്മോക്ക് സ്ക്രീൻ ഇൻ ബാറിലുള്ള സ്മോക്ക് സ്ക്രീൻ, പിന്നെ അതുപോലെ തന്നെ റബ്ബർ ഇൻഡസ്ട്രി ആണ് പെയിൻറ് ആൻഡ് ഇങ്ക്, ഇതിലൊക്കെ കൊളോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ അപ്ലിക്കേഷൻ ആയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ആണ് ഓൾ ഓഫ് ദ അബോവ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, ദ ഫിനോമിനൻ ഓഫ് precipitation of colloids by electrolytes is called. അതായത് ഫിനോമിനൻ ഓഫ് precipitation of colloids by electrolyte is called. ഓപ്ഷൻസ് നോക്കാം. പെപ്റ്റൈസേഷൻ, കൊയാഗുലേഷൻ, ഡയാലിസിസ്, അഡ്സോർപ്ഷൻ. അപ്പോൾ ഫിനോമിനൻ ഓഫ് precipitation of colloids by electrolytes, ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഫിനോമിനൻ ഓഫ് precipitation of colloids, ഇലക്ട്രോലൈറ്റ്സ് കാരണം ഇലക്ട്രോലൈറ്റ്സ് വഴി കൊളോയിഡ്സിൻ്റെ precipitation ഉള്ള ആ ഒരു ഫിനോമിനെ പറയുന്ന പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് എന്ത്? കൊയാഗുലേഷൻ. അപ്പോൾ നമുക്ക് പെപ്റ്റൈസേഷൻ, കൊയാഗുലേഷൻ, ഡയാലിസിസ്, അഡ്സോർപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊയാഗുലേഷൻ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ കുറേ കൊയാഗുലേഷൻ കണ്ടു. അപ്പോൾ എന്താണ് ആ ഫിനോമിനൻ എന്ന് ആദ്യം പഠിച്ചു വയ്ക്കുക. അതാണ് ശ്രദ്ധിക്കുന്നത്. ഫിനോമിനൻ ഓഫ് precipitation of colloids by electrolytes, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ് ഓൺ ചാർക്കോൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്? അപ്പോൾ അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ് ഓൺ ചാർക്കോൾ, ചാർക്കോളിൻ്റെ അഡ്സോർപ്ഷൻ ഓൺ ഗ്യാസസ്, അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ്, ചാർക്കോളിൽ ഗ്യാസസിൻ്റെ അഡ്സോർപ്ഷൻ, അത് എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണോ, കെമിക്കൽ അഡ്സോർപ്ഷൻ ആണോ, അതോ ഡയാലിസിസ് ആണോ, എമൾസിഫിക്കേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണ് നമ്മൾ ഈ ചാർക്കോളിൻ്റെ മുകളിലുള്ള ഗ്യാസസിൻ്റെ അഡ്സോർപ്ഷൻ ആണ്. അതായത് ജസ്റ്റ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണ്, വേറെ കെമിക്കൽ ഫോർമുലയൊന്നും അവിടെ നടക്കുന്നില്ല, കെമിക്കൽ ഫിനോമിനൻ അവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏത് വരുന്നത് യൂണിറ്റ് 1-ലെ ഇപ്പോൾ ലാസ്റ്റത്തെ പോർഷൻ അടക്കം വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കുറേ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു തിയറി പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ അതിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് വന്നു വെച്ചാൽ പെടും.
അപ്പോൾ ശരിക്കും തിയറി പാർട്ട് നിങ്ങൾ നന്നായി തറോ ആയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മൾട്ടിപ്പിൾ ചോയ്സ് പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, കാരണം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കുറേയൊക്കെ തിയറിയിൽ അതേപോലത്തെ തിയറിയിൽ വന്ന അതേ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് 90% ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേയൊക്കെ തിയറി നിങ്ങൾ അങ്ങനെ വായിക്കാം. മറ്റതും വായിക്കേണ്ടെന്നല്ല, മറ്റതും വായിക്കണം. പക്ഷെ ഇതിന് തിയറി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ കുറച്ചും കൂടി ഇനി ഇതല്ലാത്ത വല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാലോചിച്ചിട്ട് എക്സാം എഴുതാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി എക്സാം ഒക്കെ എഴുതും. ഓക്കെ.